അന്നേരം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. ಈ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಈ ಸಾಯಂಕಾಲ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಈ ರೀತಿ ಕೂಡುವಂತೆ ದೇವರು ಕೊಟ್ಟ ಕೃಪೆಗಾಗಿ ಸ್ತೋತ್ರ. കർത്താവിൻ്റെ ദാസൻ ഈ സഭയിലെ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ಕರ್ತನ ದಾಸರುಗಳಿಗೂ ಈ ಸಭೆಯಲ್ಲಿ ಬರುವಂಥ ಎಲ್ಲ വിശ്വാസികൾക്കും ನನ್ನ ಪ್ರೀತಿಯ ವಂದನೆ. ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് മുഖപരിചയമുള്ള ഒത്തിരി പേര് ഇവിടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ಇಲ್ಲಿ ಹೇಳಿದ ಪ್ರಕಾರ ನನಗೆ ಪರಿಚಯ ಇರುವ ಅನೇಕರಿಲ್ಲಿದ್ದೀರಿ, ಎಲ್ಲರಿಗಾಗಿ ಸ್ತೋತ್ರ. പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നപ്പം പേരൻറ്റിങ്ങൽ കൗൺസിലിംഗ് എന്ന് ഞാനിവിടെ കാണുവാനിടയായി തീർന്നു. ಪೋಷಕರ ಬಗ್ಗೆ ತಿಳಿಸಿ ಎಂಬುದಾಗಿ ನನಗೆ ಹೇಳಿದ್ರು. ಇಲ್ಲಿ ಬಂದ ನಂತರ ಪೋಷಕರಿಗೆ ಸಮಾಲೋಚನೆ ಎನ್ನುವಂಥ ಪದ ಉಪಯೋಗಿಸಿದ್ದಾರೆ. ಐ ಥಿಂಕ್ ಇಟ್ ಇಸ್ ಟು ಏರ್ಲಿ ಫಾರ್ ಮೀ ಟು ಸ್ಪೀಕ್ ಆನ್ ಪ್ಯಾರೆಂಟಿಂಗ್. ನನಗೆ ಬಹಳ ವೇಗವಾಗಿದೆ ಇದು ಪೋಷಕರ ಬಗ್ಗೆ ಹೇಳುವಂತೆ, ಯಾಕಂದ್ರೆ ನನಗೆ ಸಣ್ಣ ಮಕ್ಕಳಿದ್ದಾರೆ, എൻ്റെ കുഞ്ഞു മക്കളാണ്. അതുകൊണ്ട് പക്ഷേ തീർച്ചയായിട്ടും ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ನನಗಿನ್ನೂ ಬಹಳ ಅನುಭವ ಇಲ್ಲ, ಯಾಕಂದರೆ ನನಗಿರುವಂಥದ್ದು ಸಣ್ಣ ಮಕ್ಕಳು. ಆದರೂ ನಿಮಗೆ ತಿಳಿಸುವಂತೆ ದೇವರು ನನಗೆ ಸಹಾಯ ಮಾಡುತ್ತಾರೆ. എൻ്റെ കുഞ്ഞുങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ചലഞ്ചിനെ കുറിച്ച് മനസ്സിലായതും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. ನನ್ನ ಮಕ್ಕಳು ಬೆಳೆದು ಬರುವಾಗಲೇ ಪೋಷಕರ ಕರ್ತವ್ಯಗಳನ್ನು ನಾನು ತಿಳಿಯುತ್ತಾ ಬರುತ್ತಾ ಇದ್ದೇನೆ. അതുകൊണ്ട് ഉള്ള ഡ്രോബാക്സുകളും ഗുണങ്ങളും എല്ലാം വെച്ച് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ಆದ್ದರಿಂದ ನನಗೆ ಬಂದ ಬಲಹೀನತೆಗಳು, ನನ್ನಿಂದ ಆದಂಥ ಒಳ್ಳೆ ಕಾರ್ಯಗಳು ನಿಮಗೆ ತಿಳಿಸಲು ಬಯಸುತ್ತೇನೆ. ഞാൻ ഈ പേരൻറ്റിങ്ങൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ 5-10 പോയിന്റ് എങ്ങനെയാണ് പേരൻറ്റിങ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ പോയിന്റ് നിങ്ങളുമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ನೋಡಿ, ನನಗೆ ಪೋಷಕರ ಬಗ್ಗೆ ಹೇಳಿ ಎಂಬುದಾಗಿ ತಿಳಿಸಿದಾಗ ಒಂದು 5-10 ಅಂಶಗಳನ್ನು, ಹೇಗೆ ಮಕ್ಕಳನ್ನು ಬೆಳೆಸುವಂತಹ ಕಾರ್ಯಗಳನ್ನು ನಿಮಗೆ ನಾನು ತಿಳಿಸಬಹುದು. പക്ഷേ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ 5-10 പോയിന്റ് വെച്ച് ഇങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ കുറേ പോയിന്റ് വെച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ಆದರೆ ನನಗೆ ಯಾವತ್ತಿಗೂ 5-10 ಅಂಶಗಳನ್ನು ಮಾತನಾಡಿ ಎಲ್ಲೆಲ್ಲಿಂದನೋ ತಂದು ನಿಮ್ಮ ಬಳಿಗೆ ತಿಳಿಸಲು ನನಗೆ ಇಷ್ಟ ಇಲ್ಲ. കാരണം ഞാൻ ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ പോയിന്റുകളെല്ലാം ബൈബിൾ ടെക്സ്റ്റിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ಆದ್ದರಿಂದ ನಾನೊಬ್ಬ ಪ್ರಾಸಂಗಿಯನಾಗಿದ್ದೇನೆ, ಜೊತೆಗೆ ಸತ್ಯವೇದ ಕಲಿಸಿಕೊಡುವ ವ್ಯಕ್ತಿ ಆದ ಕಾರಣ ನಾನು ಯಾವುದೇ ಅಂಶ ಹೇಳಿದ್ರೂ ಸತ್ಯವೇದ ಆಧಾರಿತವಾಗಿರಬೇಕು, ಅದಕ್ಕೆ ವಾಕ್ಯಗಳಿರಬೇಕೆನ್ನುವಂಥದ್ದೇ ನನ್ನ ನಿರ್ಬಂಧ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. ನಾನು ಮದುವೆ ಆಗುವ ಮುಂಚೆ ಕುಟುಂಬ ಜೀವನ ನಡೆಸುವ ಬಗ್ಗೆ ಅನೇಕ ಅಂಶಗಳನ್ನು ಕಲಿತಿದ್ದೇನೆ. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വൈകുന്നേരം ലൈബ്രറി ടൈമാണ്. ഒരു 7 o'clock തൊട്ട് 10 o'clock വരെ ಲೈಬ್ರರಿ ಟೈಮ್. ನಾನು ಸತ್ಯವೇದ ಪಾಠಶಾಲೆಯಲ್ಲಿ ಕಲಿಯುವಾಗ ನಮಗೆ ಗ್ರಂಥಾಲಯಕ್ಕೆ ಸಮಯ ಇದೆ. ಸಾಯಂಕಾಲ 5ರಿಂದ 7 ಗಂಟೆವರೆಗೂ ಗ್ರಂಥಾಲಯದಲ್ಲಿ ಕುಳಿತು ನಾವು ಕಲಿತುಕೊಳ್ಬೇಕು. എനിക്കെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 9 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരും. ನನಗೆ ಸಮಸ್ಯೆ ಏನಂದರೆ 9 ಗಂಟೆ ತನಕ ಕೂರಬೇಕೆಂಬುದಾಗಿ ಅವರು ಹೇಳುವ ದಿನಗಳಲ್ಲಿ 9 ಗಂಟೆಗೆ ನಿದ್ದೆ ಬರುತ್ತದೆ. ഞങ്ങളുടെ പഠിച്ച സെമിനാറിലെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ലൈബ്രറിയിൽ തന്നെ ഇരിക്കണം. നമ്മൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കണം. ഒരു കാരണവശാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങിയാൽ വാർഡനോ അല്ലെങ്കിൽ ലീഡേഴ്സോ വന്നിട്ട് നമ്മളെ തട്ടി എണീപ്പിക്കും. ನೋಡಿ, ನಮ್ಮ ಸತ್ಯವೇದ ಶಾಲೆಯಲ್ಲಿ ಹೇಗೆಂದರೆ ನಿದ್ದೆ ಬಂದರೂ ಕೂಡ ಬಿಡಲ್ಲ. ಗ್ರಂಥಾಲಯದ ಸಮಯದ ವೇಳೆ ಅಲ್ಲೇ ಕೂತಿರಬೇಕು, ಅಲ್ಲೇ ಏನಾದರೂ ಪುಸ್ತಕ ಓದ್ತಾ ಇರಬೇಕು. ನಿದ್ದೆ ಹೋದರೆ ಯಾರಾದರೂ ನಾಯಕರು ಅಥವಾ ಅಲ್ಲಿರುವಂತಹ ಅವರು ಯಾರಾದರೂ ಬಂದು ನಮ್ಮನ್ನು ಎಬ್ಬಿಸ್ತಾರೆ. അപ്പോൾ എനിക്ക് ഉറക്കം മാറാനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈബ്രറിയിൽ ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെൽഫിൻ്റെ അടുത്തോട്ട് ചെല്ലുക, അവിടെ നിന്നുകൊണ്ട് പുസ്തകം വായിക്കും. ನನಗೆ ನಿದ್ದೆ ಬರಬಾರ್ದು ಎಂಬುದಾಗಿ ನಾನು ಏನು ಮಾಡ್ತಿದ್ದೆ, ಪುಸ್ತಕಗಳನ್ನೆಲ್ಲ ಜೋಡಿಸಿಟ್ಟಿರುವಂಥ ಸ್ಥಳಕ್ಕೆ ಹೋಗಿ ನಿಂತು ಅಲ್ಲಿ ಪುಸ್ತಕ ಓದುತ್ತಿದ್ದೆ. തിയോളജി പുസ്തകം നിന്നുകൊണ്ട് വായിച്ചാൽ വീണ്ടും അവിടെ ഉറങ്ങി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തിയോളജി പുസ്തകമല്ല തിരഞ്ഞെടുത്തത്, മറ്റു ചില പുസ്തകങ്ങളാണ്. ದೈವಶಾಸ್ತ್ರದ ಬಗ್ಗೆ ಕಲಿಸುವಂತಹ ಪುಸ್ತಕ ಓದಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರೆ ಖಂಡಿತ ನಿದ್ದೆ ಬರ್ತದೆ, ನಿದ್ದೆ ಬಂದು ಬಿದ್ದು ಹೋಗಬಹುದು. ಆದ್ದರಿಂದ ದೈವಶಾಸ್ತ್ರ ಆಧಾರಿತವಾದ ಪುಸ್ತಕ ಓದ್ತಿರಲಿಲ್ಲ. ഞാൻ അതുകൊണ്ട് ഈ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. കാര്യം കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ വായിക്കാൻ പറ്റിയ പുസ്തകമാണല്ലോ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകം. അത് പോയിട്ട് വായിക്കും. ಆದ್ದರಿಂದ ನಾನು ಓದ್ತಿದ್ದ ಪುಸ್ತಕ ಯಾವುದಂದರೆ ಕುಟುಂಬ ಸಂಬಂಧವಾದಂಥ ಪುಸ್ತಕ. ಯಾಕಂದರೆ ನನಗೆ ಮದುವೆ ಮಾಡ್ಕೊಳ್ಳುವಂಥ ವಯಸ್ಸು ಬಂದಿದೆ, ಆದ್ದರಿಂದ കുടുംബ ആധാരിതവാದ പുസ്തക ഓത്തിದ್ದೆ. അപ്പോൾ ഒട്ടും ഉറക്കം വരത്തില്ല. നമ്മുടെ ഉറക്കെല്ലാം പെട്ടെന്ന് പോകും. ഒരു 10-15 മിനിറ്റ് അവിടെ നിന്ന് വായിക്കും, പിന്നെ തിരിച്ചു പോയിട്ട് നമ്മുടെ ടേബിളിൽ പോയിരുന്ന് ബാക്കി പഠിക്കും. ಆಗ ನಿದ್ದೆ ಎಲ್ಲ ಹೋಗ್ಬಿಡುತ್ತದೆ. ನಿದ್ದೆ ಹೋದ ನಂತರ ಮತ್ತೆ ಹೋಗಿ ನಾನು ದೇವಶಾಸ್ತ್ರ ಪುಸ್ತಕ ಓದ್ತಿದ್ದೆ. അങ്ങനെ സെമിനാരി പഠനത്തിൽ ഈ 10-15-20 മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും
വായിച്ച് കുറേ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ಆದ್ರಿಂದ ಈ ಗ್ರಂಥಾಲಯದ ಸಮಯದಲ್ಲಿ ನಿದ್ದೆ ಬರುವಾಗ ನಾನು ಪ್ರತಿದಿನ 15-20 ನಿಮಿಷ ಕುಟುಂಬದ ಪುಸ್ತಕನೇ ಓದಿ ಎಷ್ಟೊಂದು ಮಾಹಿತಿಗಳನ್ನು ಪಡೆದುಕೊಂಡೆ. അങ്ങനെ ഒത്തിരി പോയിന്റുകൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ಸೊ ಎಷ್ಟೊಂದು ಅಂಶಗಳು ನನ್ನ ತಲೆಯೊಳಗೆ ನಾನು ದಾಖಲಾಕಿಸಿಕೊಂಡೆ. എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്. ഞാൻ എന്ത് പോയിന്റ് പറഞ്ഞാലും വളരെ പേഷ്യൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ನನಗೆ ಒಂದು ಸ್ನೇಹಿತರಿದ್ದಾರೆ, ಏನೇ ನಾನು ಹೇಳಿದ್ರು ಬಹಳ ಗಮನದಿಂದ ಕೇಳುವಂಥ ಒಂದು ವ್ಯಕ್ತಿ. ഞാൻ ഈ പോയിന്റ് എല്ലാം പറയുമ്പം എന്നോട് പറയും, വർഗീസ് വളരെ സക്സസ്ഫുൾ ആവും കുടുംബജീവിതത്തിൽ. ನಾನು ಈ ಅಂಶಗಳೆಲ್ಲ ಆ ಸ್ನೇಹಿತನಿಗೆ ಹೋಗಿ ಬಿಡಿಸಿ ಹೇಳುವಾಗ ಅವ್ರು ಹೇಳ್ತಾರೆ, ವರ್ಗೀಸ್ ಅವರೇ, ಕುಟುಂಬ ಜೀವನಕ್ಕೆ ನೀವು ಪ್ರವೇಶಿಸಿದ್ರೆ ನೀವೆಂದಿಗೂ ಯಶಸ್ವಿ ಆಗೇ ಆಗುತ್ತೀರಿ. അത്രയ്ക്ക് പോയിന്റുകളാണ് പറയുന്നത്. ಅಷ್ಟು ಮಟ್ಟಿಗಿರುವಂತಹ ಅಂಶಗಳನ್ನೇ ನೀವು ಕಲಿತು ಹೇಳುತ್ತಿರುವುದು. കുടുംബജീവിതം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ಆದರೆ ಕುಟುಂಬ ಜೀವನಕ್ಕೆ ಪ್ರವೇಶಿಸಿದ ನಂತರ ನನಗೆ ಗೊತ್ತಾಯಿತು, നമുക്ക് പോയിന്റ് എടുക്കാൻ പോലും സമയം കിട്ടത്തില്ല. ನಮಗೆ ಈ ಪಾಯಿಂಟ್ಗಳು ಏನು ಬರೆದಿದ್ದೇವೆ ಎಂಬುದಾಗಿ ತೆಗೀಲಿಕ್ಕೂ ಸಮಯ ಇಲ್ಲ. ഈ പോയിന്റുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യങ്ങളല്ല കുടുംബജീവിതത്തിൽ നടക്കുന്നത്. ಈ ಕುಟುಂಬ ಜೀವನಕ್ಕೆ ಪ್ರವೇಶಿಸಿದಾಗ ನಡೆಸುವಾಗ ಈ ಅಂಶಗಳಿಗೆ ತಕ್ಕಂತೆ ಯಾವುದೂ ಇಲ್ಲ. പിള്ളേരെ വളർത്തുന്ന കാര്യത്തിലും പോയിന്റ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ಇದೇ ರೀತಿಯಲ್ಲಿ ಮಕ್ಕಳನ್ನು ನೀವು ಬೆಳೆಸುವುದರಲ್ಲಿ ನೀವು ಇಂತಹ ಅಂಶಗಳನ್ನು ಇಟ್ಕೊಂಡ್ರೆ ಯಾವ ರೀತಿ ಉಪಯೋಗವೂ ಇಲ್ಲ. ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ದೇವರ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರಬೇಕು ನೋಡಿ. അതുകൊണ്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ഇന്ന് എടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ಆದ್ರಿಂದ ಇವತ್ತು ನಾನು ಆರಿಸಿರುವಂತಹ ಒಂದು ದೇವ ಭಾಗವಿದೆ, ಅದನ್ನು ಅದರ ಆಧಾರಿತದಲ್ಲಿಯೇ ನಾನು ಓದಲು ಹೇಳಲಿಕ್ಕೆ ಬಯಸುವುದು. അതിനുവേണ്ടി നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് വരാം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. ಆದ್ರಿಂದ ನಾವು ಧರ್ಮೋಪದೇಶಕ್ಕೆ ಬರೋಣ. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರೋಣ. ഓക്കെ, 6ാം അധ്യായത്തിലേക്ക് വരാം. ധർമ്മോപദേശ കാണ്ഡ 6ನೇ ಅಧ್ಯಾಯ. ഞാൻ ഈ ആവർത്തന പുസ്തകം 6ാം അധ്യായം എടുക്കാനായിട്ടുണ്ടായ കാരണം എന്ന് പറയുന്നത്, ನಾನು ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ ತೆಗೆದುಕೊಳ್ಳುವಂತೆ ಕಾರಣವೇನೆಂದರೆ, ഈ 6ാം അധ്യായം നിങ്ങൾ ശരിക്കും വായിക്കുവാണെങ്കിൽ മനസ്സിലാകും, മോശ ഈ 6ാം അധ്യായത്തിൽ പറയുന്നത് മുഴുവനും അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്യേണ്ട ദൈവത്തിൻ്റെ വചനം, അതിന് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ ಮೋಶೆ ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ನೀವು ತಿಳಿಸಬೇಕು ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ಕಾರ್ಯಗಳು. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെയും നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിലും സൺഡേ സ്കൂളും അവിടെ മിക്സ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ച സത്യങ്ങൾ പാസ് ഓൺ ദ ട്രൂത്ത് to the next generation. ನೋಡಿ, ഞാൻ സംസാരിക്കാൻ ಸತ್ಯವೇದದಿಂದ ನಾವು ಕಲಿತುಕೊಳ್ಳುವಂಥ ಕಾರ್ಯ, ಇಲ್ಲಿ ಪೋಷಕರಿದ್ದೀರಿ, ಇಲ್ಲಿ ಸಂಡೇ ಸ್ಕೂಲ್ ಕಲಿಸುವರಿದ್ದೀರಿ, ಮಕ್ಕಳಿರುವವರಿದ್ದೀರಿ. ನಿಮಗೆ ನಾನು ಹೇಳುವುದೇನೆಂದರೆ, ನಾವು ಕಲಿತುಕೊಳ್ಳುವುದು ನಾವು ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ವರ್ಗಾಯಿಸುವಂತಹ ಹಕ್ಕಿನಲ್ಲಿದ್ದೇವೆ. കാര്യം ഈ 6ാം അധ്യായത്തിൽ പല പ്രാവശ്യം അത് പറയുന്നുണ്ട്. ಯಾಕಂದ್ರೆ ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ ಬಿಡಿಸುವಾಗ ಅನೇಕ ಬಾರಿ ಇದನ್ನೇ ಪದೇ ಹೇಳುತ್ತದೆ. അതിന്റെ 1ാം വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ಅದರ 1ನೇ ವಾಕ್ಯದಲ್ಲಿಯೇ ಅದನ್ನು ಬಿಡಿಸಿ ಹೇಳುತ್ತದೆ. അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ, സോ ദാറ്റ് യു യുവർ ചിൽഡ്രൻ ആൻഡ് ദ ചിൽഡ്രൻ ആഫ്റ്റർ ദം മേ ഫിയർ ദ ലോർഡ് യുവർ ഗോഡ് ആസ് ലോങ് ആസ് ಯು ಲಿವ್. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯದ 2ನೇ ವಾಕ್ಯ ನೋಡಿ. ಇದನ್ನೆಲ್ಲ ನಿಮ್ಗೆ ಯಾಕೆ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಅಂದರೆ, ನೀವು ನಿಮ್ಮ ನಂತರ ಬರುವಂಥ ಮಕ್ಕಳು ಮಾತ್ರವಲ್ಲ, ಅವರ ಮೊಮ್ಮಕ್ಕಳಿಗೂ ಅವರ ಜೀವಕಾಲದಲ್ಲೆಲ್ಲ ಜೀವಿಸುವ ಹಾಗೆ. ಯು ಯೋರ್ ಚಿಲ್ಡ್ರನ್ ಆ್ಯಂಡ್ ದರ್ ಚಿಲ್ಡ್ರನ್, ದಟ್ ಈಸ್ ಗ್ರ್ಯಾಂಡ್ ಚಿಲ್ಡ್ರನ್ ಆಲ್ಸೋ. ಅಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿದ್ದು ನೋಡಿದ್ರೆ, ನೀವು, ನಿಮ್ಮ ಮಕ್ಕಳು, ನಿಮ್ಮ ಮೊಮ್ಮಕ್ಕಳು ಕೂಡ ಇದನ್ನು ಪಾಲಿಸುವಂತೆ. അപ്പോൾ ഈ സത്യങ്ങൾ നമ്മൾ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. ಹಾಗಿದ್ರೆ ನಾವು ಕಲಿಯುವಂಥ ಈ ಸತ್ಯ ನಾವು ವರ್ಗಾಯಿಸುತ್ತಲೇ ಇರಬೇಕು. നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് ഇത് പാസ് ചെയ്യണം. ನಾವು ತಂದೆ ತಾಯಿಗಳಾದ ನಾವು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಇದನ್ನು ಕೊಡಬೇಕು. നമ്മൾ സഭ എന്ന നിലയിൽ നമ്മൾ അടുത്ത ജനറേഷന് നമ്മളിത് പാസ് ചെയ്യണം. ನಮ್ಮ ಸಭೆಯಾದ ನಾವು ಮುಂದಿನ ಸಂತಾನಗಳಿಗೆ ಕೊಡುವಂತವರಾಗಬೇಕು. സൺഡേ സ്കൂൾ അധ്യാപകര് നിങ്ങളുടെ സ്റ്റുഡൻസിന് ഇത് പാസ് ചെയ്യണം. ಸಂಡೇ ಕ್ಲಾಸ್ ಕಲಿಸುವಂತ ಅಧ್ಯಾಪಕರು ನೀವಾಗಿದ್ರೆ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಇದನ್ನು ವರ್ಗಾಯಿಸಬೇಕು. ദൈവത്തിന്റെ വചനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ದೇವರ ವಾಕ್ಯ ಇದನ್ನೇ ನಮ್ಮ ಬಗ್ಗೆ ಇಚ್ಛಿಸುವಂತದ್ದಾಗಿದೆ. പിന്നെ 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മളത് കാണുന്നുണ്ട്. 6ನೇ ವಾಕ್ಯದಲ್ಲಿ ನೀವು ಗಮನಿಸುವಾಗ ಅದನ್ನೇ ಹೇಳ್ತದೆ. 7ാമത്തെ ഇംഗ്ലീഷിൽ 7 വരുന്നത്, ഇംപ്രസ് ദം ഓൺ യുവർ ചിൽഡ്രൻ. അതായത് ഈ കമാൻഡ്മെന്റ്, ഈ ട്രൂത്ത്, ഇംപ്രസ് ദം ഓൺ യുവർ ചിൽഡ്രൻ. 7ನೇ ವಾಕ್ಯ ನೀವು ಗಮನಿಸುವುದಾದ್ರೆ, ಇಷ್ಟೊಂದು ಹೇಳಿದಂಥ ಉಪದೇಶಗಳು ಅವುಗಳನ್ನು ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಅಭ್ಯಾಸ ಮಾಡಿಸಿ. വീണ്ടും 20ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെയും പറയുന്നുണ്ട്. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯದ 20ನೇ ವಾಕ್ಯ ಗಮನಿಸಿ. In the future, when your son asks you, ಮುಂದಿನ ಕಾಲದಲ್ಲಿ ನಿಮ್ಮ ಮಗನು ನಿಮ್ಮ ಬಳಿ ಕೇಳುವಾಗ,
വീണ്ടും 21-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. 21ನೇ ವಾಕ್ಯ ಗಮನಿಸಿ. ടെൽ ഹിം എന്ന് പറയുന്നത് മക്കളെ കുറിച്ചാണ് പറയുന്നത്. ടെൽ ഹിം ചിൽഡ്രൻ, ಮಕ್ಕಳಿಗೆ ತಿಳಿಸಿ, ಅವನಿಗೆ ತಿಳಿಸಿ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿರುವುದು. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ ഈ ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം, ಪಾಸ್ ಆನ್ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ನೋಡಿ, ಇದರಿಂದ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದೇನೆಂದರೆ, ದೇವರ ವಾಕ್ಯದ ಸತ್ಯ ನಾವು ತಿಳಿದಾಗ ನಾವು ಮತ್ತೊಬ್ಬರಿಗೆ ಅದು ವರ್ಗಾಯಿಸುತ್ತಲೇ ಇರಬೇಕು. നമ്മൾ ഈ ആവർത്തന പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ಧರ್ಮೋಪದೇಶ ಕಾಂಡದ ಹಿನ್ನೆಲೆ ನೀವು ಕಲಿಯುವಾಗ ಇನ್ನೂ ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿದುಕೊಳ್ಳುವಿರಿ. നമുക്കറിയാം, മോശ ഈ ഇസ്രായേൽ മക്കളെ 40 വർഷം നയിച്ച് യോർദാന്റെ ഇക്കരെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, നീ കനാൻ നാട്ടിലേക്ക് ಪ್ರವೇಶಿക്കത്തിಲ್ಲ. ನೋಡಿ, ನಮಗೆ ಇದರ ಹಿನ್ನೆಲೆ ಗೊತ್ತಿದೆ. ಮೋಶೆಯನ್ನು ದೇವರು ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ನಡೆಸಿ ತರಲಿಕ್ಕೆ ಹೇಳ್ತಾನೆ. ಮೋಶೆ ನಡೆಸಿ ತಂದ ನಂತರ ಈಗ ಕನಾನೂರಿಗೆ ಸೇರುವ ಮುಂಚೆ ದೇವರು ಹೇಳ್ತಾರೆ, ನೀನು ಸೇರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ, ಅವರನ್ನು ಕಳುಹಿಸು ಎಂಬುದಾಗಿ. അപ്പോൾ മോശ അവസാനമായിട്ട് ഇനി തനിക്ക് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഇനി ഇവരെ കാണാനായിട്ട് പറ്റത്തില്ല, ഇവർ കനാനിലേക്ക് കയറുന്നതിന് മുമ്പേ താൻ ഇത്രയും നാൾ അവർക്ക് കൊടുത്ത കൽപ്പനകൾ, ദൈവം മോശയിൽ കൊടുത്ത കൽപ്പനകളെല്ലാം ആവർത്തിക്കുകയാണ്. അതിനാണ് ഡ്യൂട്രോണമി. ഇറ്റ് ഈസ് കോൾഡ് റെപ്പറ്റീഷൻ. ಆವರ್ತಿಕೆയാണ് ಈ ಆವರ್ತನ ಪುಸ್ತಕ ಎಂದು പറയുന്നത്. ಈ ಧರ್ಮೋಪದೇಶ ಕಾಂಡ ಬರೀಲಿಕ್ಕೆ ಕಾರಣ ಏನು? ಮೋಶೆಗೆ ಗೊತ್ತಾಯಿತು ದೇವರಾತನು ಕಾನಾನಿಗೆ ಬಿಡುತ್ತಿಲ್ಲ. ಮೋಶೆ ಜನರನ್ನು ಮುಂದೆ ಕಳುಹಿಸುವ ಮುಂಚೆ ಇಷ್ಟು ವರ್ಷ ದೇವರಾತನಿಗೆ ಹೇಳಿದ ಕಾರ್ಯ ಪುನರ್ವರ್ತಿಸುತ್ತಿದ್ದಾನೆ, ಮತ್ತೆ ಹೇಳುತ್ತಿದ್ದಾನೆ. ಅದಕ್ಕಾಗಿ ಈ ಪುಸ್ತಕದ ಹೆಸರು ಧರ್ಮೋಪದೇಶ ಕಾಂಡ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. പുറപ്പാട്, ലേവ്യ, സംഖ്യ പുസ്തകത്തിലെല്ലാം പറഞ്ഞ കൽപ്പനകളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ ഈ കനാൻ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ನೀವು ಗಮನಿಸುವಾಗ ಧರ್ಮೋಪದೇಶಗಳು ಯಾವ ಪುಸ್ತಕದ ಮುಂದಿನ 3 ಪುಸ್ತಕದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಂತಹ ಧರ್ಮೋಪದೇಶಗಳು ಇಲ್ಲಿ ಧರ್ಮೋಪದೇಶ ಕಾಂಡದಲ್ಲಿ ಪುನಃ ಮೋಶೆ ತಿಳಿಸುತ್ತಿದ್ದಾನೆ. എന്നിട്ട് നമ്മൾ 6-ാമത്തെ അധ്യായത്തെ വായിച്ചത് മോശ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, അവരുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. ഈ സത്യം നിങ്ങളിങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അടുത്ത ജനറേഷന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅದನ್ನೇ ಮೋಶೆ ಹೇಳುತ್ತಾನೆ, ನೀವು ಕೇಳಿದ ಈ ಉಪದೇಶಗಳು ನಿಮಗೆ ನೀವು ಮಡಗದಂತೆ ನಿಮ್ಮ ಮಕ್ಕಳಿಗೂ ಮೊಮ್ಮಕ್ಕಳಿಗೂ ತಿಳಿಸು. ഈ ആവർത്തന പുസ്തകം മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു 3 രീതിയിൽ ഈ സത്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാണ് ആവർത്തന പുസ്തകം കൺക്ലൂഡ് ചെയ്യുന്നത്. ನೋಡಿ, ಧರ್ಮೋಪದೇಶ ಕಾಂಡ ಕೊನೆಗೊಳ್ಳುವಾಗಲೂ ಕೂಡ 3 ರೀತಿಯಾಗಲಿ ಈ ಸತ್ಯ ನೀವು ತಿಳಿಸಬೇಕೆಂಬುದಾಗಿ ಹೇಳಿ ಈ ಪುಸ್ತಕ ಮುಕ್ತಾಯಪಡಿಸುತ್ತಿದ್ದಾರೆ. നമ്മൾ ആവർത്തന പുസ്തകം 27-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ನೀವು ಧರ್ಮೋಪದೇಶ ಕಾಂಡ 27ನೇ ಅಧ್ಯಾಯದ 14ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವಾಗ അവിടെ ഒന്നാമത്തെ എങ്ങനെയാണ് ഇത് അടുത്ത ജനത്തിന്, അടുത്ത തലമുറയ്ക്ക് പാസ് ഓൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ಹೇಗೆ ಇದು ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ವರ್ಗಾಯಿಸಬೇಕೆಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. ನೋಡಿ, അവിടെ നമ്മൾ വായിക്കുന്ന ലെവൈറ്റ് ഷാൾ റിസൈറ്റ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഇൻ ലൗഡ് വോയിസ്. ನೋಡಿ, ಅಲ್ಲಿ ಹೇಳುತ್ತದೆ, ಲೇವಿಯರು ಉತ್ತರ ಕೊಟ್ಟು ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆಲ್ಲ ದೊಡ್ಡ ಶಬ್ದದಿಂದ ಹೇಳಬೇಕಾಗಿದೆ. എന്നിട്ട് നമ്മളവിടെ ഒരു സോങ് ആണ് കാണുന്നത്. അവിടെ അവർക്ക് ഈ പാട്ട് ഒച്ചത്തിൽ പാടി അവരെ ಲೆವೈಟ್ಸ್ ಕೇಳಿಪಿക്കണം. ನೋಡಿ, ನಂತರ ಒಂದು ಗಾನವನ್ನೇ ನಾವು ನೋಡುತ್ತೇವೆ. ಅದರ ಅರ್ಥ, ಲೇವಿಯರಿಗೆ ದೇವರು ಹೇಳುತ್ತಾನೆ, ಗಟ್ಟಿಯಾಗಿ ದೊಡ್ಡ ಶಬ್ದದಲ್ಲಿ ಹಾಡಿ ಜನರಿಗೆ ತಿಳಿಸಿ. അതായത് ഈ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാം അടുത്ത ജനത്തിന് ഉറക്കെ പറഞ്ഞ് അവരെ ഇത് കേൾപ്പിക്കണം. ದೇವರು ತಮಗೆ ಕೊಟ್ಟಂತ ಉಪದೇಶಗಳು ಅಲ್ಲಿ ಮುಂದೆ ನಿಂತಿರುವಂತ ಜನರಿಗೆ ದೊಡ್ಡ ಶಬ್ದದಲ್ಲಿ ಹೇಳಿ ಕೇಳ ಮಾಡಬೇಕು. നോക്കി എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങള് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് ഇത് നമ്മൾ കാണുന്നത്. ಹಾಗಿದ್ರೆ ನಾವಿಲ್ಲಿ ನೋಡುವಂತ ಕಾರ್ಯ ಎಷ್ಟು ಮುಖ್ಯವಾಗಿದೆ. ದೇವವಾಕ್ಯವನ್ನು ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ನಾವು ತಿಳಿಸಬೇಕಾದಂತ ಕಾರ್ಯ. ಅതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോസസ് wrote it. ಒಂದನೇ ಕಾರ್ಯ ಅದು ಮುಗಿಯುವಾಗ ಎರಡನೇ ಕಾರ್ಯ ಹೇಳುವುದೇನೆಂದರೆ, ಮೋಶೆ ಇದನ್ನು ಬರೆದಿದ್ದಾರೆ. മോശ ഇത് മുഴുവൻ എഴുതി സൂക്ഷിച്ചു. 5 പുസ്തകങ്ങൾ നമുക്കറിയാം മോശയുടെ പുസ്തകങ്ങളാണ്. മോശ ഇത് എഴുതി ಸೂಕ್ಷಿಸು അടുത്ത തലമുറയ്ക്ക് വായിക്കാൻ വേണ്ടി. ಅಷ್ಟೇ ಅಲ್ಲ, ಮೋಶೆ ಬಗ್ಗೆ ನಾವು ನೋಡುವಾಗ ಸತ್ಯವೇದ ಮೊದಲನೇ 5 ಪುಸ್ತಕಗಳು ಮೋಶೆ ಬರೆದು ಅದನ್ನು ಮುಂದಿನ ಸಂತಾನಕ್ಕಾಗಿ ಆತನು ಶೇಖರಿಸಿ ಇಟ್ಟನು. എന്തിനാണ് ഇത് എഴുതിയത്? ഇത് വായിക്കാനായിട്ട്, ഇത് സഭയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട്, അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇത് എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ്. ಮೋಶೆ ಯಾಕೆ ಇದನ್ನು ಬರೆದಿಟ್ಟಿದ್ದು? ಜನರಿಗೆ ತಿಳಿಸುವಂತೆ, ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ಸಭೆಯಾಗಿ ಕೂಗಿ ದೊಡ್ಡ ಶಬ್ದದಲ್ಲಿ ಹೇಳುವಂತೆಯೇ. പ്രിയ മക്കളെ, ഈ 66 പുസ്തകം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്
ഇത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನಮಗೆ ದೇವರು ಕೊಟ್ಟಿರುವ 66 ಪುಸ್ತಕಗಳು ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ಸಭೆಗೆ ತಿಳಿಸಬೇಕೆನ್ನುವಂಥದ್ದೇ. അതാണ് നമ്മൾ ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 31ನೇ ಅಧ್ಯಾಯ 9ರಿಂದ 13 ವಾಕ್ಯ ಗುರುತಿಸಿಕೊಳ್ಳಿ. ಅಲ್ಲೂ ಕೂಡ ಹೇಳುವಂತ ಕಾರ್ಯ ಇದಾಗಿದೆ. അവിടെ 9ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മോസസ് wrote down this law and gave it to the Levitical priest. ನೋಡಿ, ಅಲ್ಲಿ ಹೇಳ್ತದೆ ಇದನ್ನು ಮೋಶೆ ಅಲ್ಲಿದ್ದಂಥ ನ್ಯಾಯ ಪ್ರಮಾಣಗಳನ್ನು ಅಲ್ಲಿದ್ದಂಥ ಲೇವಿಯರಿಗೆ ಬರೆದು ಕೊಡುತ್ತಿದ್ದಾನೆ. എന്നിട്ട് 13ാമത്തെ വാക്യം ഞാൻ സ്കിപ്പ് ചെയ്ത് വായിക്കുകയാണ്. 13ാമത്തെ വാക്യത്തിൽ പറയാണ്, the children who do not know this law must hear it and learn to fear the Lord your God as long as you live in the land you are crossing to the Jordan to possess. ಅಲ್ಲಿಂದ ಮುಂದಕ್ಕೆ ಹೋಗುವಾಗ 31ನೇ ಅಧ್ಯಾಯದ 13ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತಿರುವಂಥ ಕಾರ್ಯ, ಇದನ್ನು ಮಕ್ಕಳಿಗೆ ಸಹ ಕೇಳ ಮಾಡಿ ಅವರು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳುವಂತೆ ನೀವು ಮಾಡಬೇಕು, ನೀವು ಬದುಕಿರುವ ದಿವಸಗಳೆಲ್ಲ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അപ്പൊ എന്തിനാ ഇത് എഴുതിയത് നിങ്ങളുടെ മക്കൾ ഇത് വായിക്കണം, അതിനുവേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്. ಯಾಕೆ ಇದು ಬರೆದಿರುವುದು? ನಿಮ್ಮ ಮಕ್ಕಳು ಇದನ್ನು ಓದಬೇಕು, ಅದಕ್ಕಾಗಿಯೇ ಬರೆದಿಟ್ಟಿದ್ದಾರೆ. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ എത്രത്തോളം എൻകറേജ് ചെയ്യാറുണ്ട്? ನಾನು ನಿಮಗೆ ಕೇಳುತ್ತೇನೆ ಪ್ರಿಯರೇ, ನಮ್ಮ ಮಕ್ಕಳಿಗೆ ನಾವು ದೇವರ ವಾಕ್ಯ ಓದುವಂತೆ ಎಷ್ಟು ಮಟ್ಟಿಗೆ ಪ್ರೋತ್ಸಾಹ ಕೊಡುತ್ತಿದ್ದೇವೆ? നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ನಾವು ಬಹಳ ಗಂಭೀರವಾಗಿ ಚಿಂತಿಸಬೇಕಾದಂಥ ಕಾರ್ಯ ಇದು. കാര്യം ദൈവത്തിൻ്റെ വചനം ഇത് എഴുതി നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയത് ഇത് വായിക്കാനായിട്ടും നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് വായിപ്പിക്കാനായിട്ടുമാണ്. ಯಾಕಂದ್ರೆ ದೇವರ ವಾಕ್ಯ ನಮ್ಮ ಕೈಯಲ್ಲಿ ದೇವರು ಕೊಟ್ಟಿದ್ದು ಇದನ್ನು ಓದಿ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ತಿಳಿಸಿ ಅವರ ಉಪದೇಶದಲ್ಲಿ ನಡೆಯುವಂತೆಯೇ. അടുത്തത് മൂന്നാമത് മോശ ചെയ്തൊരു കാര്യമുണ്ട്. ಮೂರನೇದು ಮೋಶೆ ಮಾಡುವಂತ ಕಾರ್ಯ ಗಮನಿಸಿ. മോശ ഒരു പാട്ട് എഴുതി. മോസസ് wrote a song and taught them. ಮೋಶೆ ಒಂದು ಹಾಡನ್ನು ಬರೆದು ಅವರಿಗೆ ಕಲಿಸುತ್ತಿದ್ದಾರೆ. കാര്യം പാട്ടായിട്ട് ഇത് പഠിച്ചാൽ അവരുടെ മനസ്സിൽ നന്നായിട്ട് കിടക്കും. ಯಾಕೆ ಗಾನವಾಗಿ ಇದನ್ನು ಮೋಶೆ ಕೊಟ್ಟಿದ್ದು? ಒಂದು ಗಾನ ಯಾವಾಗಲೂ ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಇದ್ದೇ ಇರ್ತದೆ. അത് നിങ്ങൾക്ക് 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും. 31ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬನ್ನಿ, ಅಲ್ಲೇ ಅದನ್ನು ಗಮನಿಸಲು ಸಾಧ್ಯ. 31:30 കാണാം. 31ನೇ ಅಧ್ಯಾಯದ 30ನೇ ವಾಕ್ಯ ಗಮನಿಸಿ. And Moses recited the words of this song from the beginning to the end in the hearing of the whole assembly of Israel. ಆಗ ಮೋಶೆ ಇಸ್ರಾಯೇಲ್ ಸಭೆಗೆ ಕೇಳುವ ಹಾಗೆ ಈ ಹಾಡಿನ ಮಾತುಗಳನ್ನು ಹೇಳಿ ಮುಗಿಸಿದನು. എന്നിട്ട് 32-ാം അധ്യായത്തിൽ ഒരു സോങ് അവിടെ അവരെ പഠിപ്പിക്കുകയാണ്. ನೋಡಿ, ಆ ಮುಂದಿನ ಅಧ್ಯಾಯ ನೀವು ಗಮನಿಸುವಾಗ ಒಂದು ಹಾಡನ್ನೇ ಕಲಿಸುತ್ತಿದ್ದಾನೆ. എന്നിട്ട് ആ പാട്ടിന്റെ അവസാനം 44 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 32ನೇ ಅಧ್ಯಾಯದ 44ನೇ ವಾಕ್ಯ, ಆ ಹಾಡಿನ ಕೊನೆಯ ಪದಗಳು ನೀವು ಗಮನಿಸಿ ನೋಡಿ. 46-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, take to heart all the words I have solemnly declared to you this day, so that you may command your children to obey. 46ನೇ ವಾಕ್ಯ ನೀವು ಗಮನಿಸುವಾಗ, ನಾನು ಇವತ್ತು ನಿಮಗೆ ಸಾಕ್ಷಿಯಾಗಿ ಹೇಳುವ ಮಾತುಗಳನ್ನೆಲ್ಲ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಇಡಿರಿ, ಈ ನ್ಯಾಯ ಪ್ರಮಾಣಗಳ ಮಾತುಗಳನ್ನೆಲ್ಲ ಕೈಗೊಳ್ಳುವಂತೆ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಆಜ್ಞಾಪಿಸಬೇಕು. നിങ്ങൾ നോക്കിയ ആവർത്തന പുസ്തകം എഴുതി അവസാനിപ്പിച്ചിട്ട് മോശയ്ക്കൊട്ടൊരു ആഗ്രഹമുള്ളൂ, ഈ മക്കളും അവരുടെ മക്കളും എല്ലാം ഈ ദൈവത്തിൻ്റെ വചനം ഓർക്കണം, അവർ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് 3 കാര്യങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ಈ ಧರ್ಮೋಪದೇಶ ಪುಸ್ತಕ ಮೋಶೆ ಬರೆದದ್ದಷ್ಟೇ ಅಲ್ಲ, ಅದು ಹೇಳಿಕೊಟ್ಟಿದ್ದು ಮಾತ್ರ ಅಲ್ಲ, ಗಾನ ರೂಪದಲ್ಲಿ ತಂದು ಇದು ನಿಮಗೂ ನಿಮ್ಮ ಮಕ್ಕಳಿಗೂ ಮೊಮ್ಮಕ್ಕಳಿಗೂ ಇದು ನೀವು ಆಜ್ಞಾಪಿಸಬೇಕೆಂಬುದಾಗಿ ಹೇಳಿ ಮುಗಿಸುತ್ತಿದ್ದಾರೆ. ഇത് കാണിക്കുന്ന എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളതാണ്. ನೋಡಿ, ಇದು ಏನು ತೋರಿಸ್ತಾ ಇದೆ ಅಂದರೆ ದೇವರ ವಾಕ್ಯ ಎಷ್ಟು ಪ್ರಾಮುಖ್ಯವಾಗಿದೆ. അതുകൊണ്ട് ഞാൻ ഈ സഭയിലെ ദൈവമക്കളെ, സൺഡേ സ്കൂളിൽ അയക്കുന്ന മാതാപിതാക്കളെ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതായ അധ്യാപകരെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് ಪ್ರಾಧಾನ್ಯ ಕೊಡುക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ಮೀಟಿಂಗ್ പോലും സംഘടിപ്പിച്ചത്. ನೋಡಿ, ನಾನು ಇಲ್ಲಿರುವಂತಹ ಪೋಷಕರಿಗೆ ಸಂಡೇ ಸ್ಕೂಲ್ಗೆ ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ಕಳಿಸ್ತಾ ಇದ್ದೀರಾ, ನಂತರ ಅಧ್ಯಾಪಕರು ಈ ಮಕ್ಕಳಿಗೆ ಕಲಿಸ್ತಾ ಇದ್ದೀರಾ, ನಿಮ್ಮೆಲ್ಲರನ್ನು ಅಭಿನಂದಿಸುತ್ತೇನೆ. ನಿಮಗೆ ದೇವರ ವಾಕ್ಯದ ಬಗ್ಗೆ ನಿಮಗೆ ಆಸಕ್ತಿ ಇರುವ ಕಾರಣವೇ ನೀವು ಇಂತಹ ಕೂಟಕ್ಕೆ ಬಂದಿದ್ದೀರಿ, ಏರ್ಪಡಿಸಿರುವಂಥ ಕಾರಣವೇ ಅದಕ್ಕಾಗಿ. ಆವರ್ತನ ಪುಸ್ತಕ 6-ാം ಅಧ್ಯಾಯത്തിലേക്ക് നമ്മൾ ടെക്സ്റ്റിലേക്ക് മടങ്ങി വരികയാണ്. ನಾವು ಇವತ್ತು ಓದಿದಂತಹ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಬರೋಣ. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬನ್ನಿ. ഞാൻ ഈ 6-ാം അധ്യായത്തിൽ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്
വാട്ട് ഷുഡ് ബി ടോട്ട് ടു അവർ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിക്കേണ്ടത്? ಈಗ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಗಮನಿಸಬೇಕು. ಮುಂದಿನ ಸಂತಾನಕ್ಕೆ ತಿಳಿಸಿ, ಮಕ್ಕಳಿಗೆ ಮೊಮ್ಮಕ್ಕಳಿಗೆ ತಿಳಿಸಿ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಏನು ತಿಳಿಸಬೇಕೆಂಬುದಾಗಿಯೇ ನಾನು ನಿಮಗೆ ಹೇಳಲು ಬಯಸುತ್ತೇನೆ. നമുക്ക് സൺഡേ സ്കൂൾ ഉണ്ട്, നമുക്ക് VBS ഉണ്ട്, നമുക്ക് ചർച്ചിന് യൂത്ത് മീറ്റിംഗ് ഉണ്ട്, പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? ನಮಗೆ ಯವನಸ್ಥರ ಕೂಟ ಆಗಲಿ, ಸಂಡೇ ಸ್ಕೂಲ್ ಆಗಲಿ, ವಿವಿಧ ಕೂಟಗಳಿದೆ. ಮಕ್ಕಳಿರುವಾಗ ಮಕ್ಕಳಿಗೆ ನಾವೇನು ಉಪದೇಶಿಸಬೇಕು? ഈ സൺഡേ സ്കൂളും യൂത്ത് മീറ്റിംഗും എന്നൊക്കെ പറയുന്നത് ഒരു എന്റർടൈൻമെന്റും ഫണ്ണും ഗെയിംസും കളറിങ്ങും മാത്രമാണോ? ಈ ಸಂಡೇ ಸ್ಕೂಲು ಅಥವಾ ಯವನಸ್ಥರ ಕೂಟ ಬೇರೆ ಆಟ ಆಡಿಸ್ತೀರಾ, ಚಿತ್ರ ಬಿಡಿಸ್ತೀರಾ, ಅದಕ್ಕೆ ಬಣ್ಣ ಹಚ್ಚುವುದು, ಅದರಲ್ಲೇ ಚಟುವಟಿಕೆಯಲ್ಲೇ ನೀವು ಆ ಮಕ್ಕಳನ್ನು ಕಾಲ ಕಳೆಯುವಂತೆ ಮಾಡುತ್ತೀರಾ ಏನೋ? തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ ഇതിനെതിരാണെന്ന് ആരും വിചാരിക്കരുത്. ഇതെല്ലാം നമുക്ക് വേണം. ನಾನು ಇದರ ವಿರೋಧವಾಗಿ ಚಟುವಟಿಕೆ ಮಾಡಬಾರ್ದೆಂಬುದಾಗಿ ಹೇಳ್ತಿಲ್ಲ, ಇದೆಲ್ಲ ಬೇಕೇ ಬೇಕು. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നാം ഈ എൻ്റർടൈൻമെൻറ്റും ദൈവത്തിൻ്റെ വചനം കാര്യമായി പഠിപ്പിക്കുന്നതിൻ്റെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ನಾನು ನಿಮಗೆ ಗಮನ ಇಟ್ಟು ನೀವು ಉತ್ತರಿಸಬೇಕಾದಂಥ ಒಂದು ಕಾರ್ಯ, ನೀವು ಈ ವಿಚಾರಗಳನ್ನು ಈ ಚಟುವಟಿಕೆ ಮಾಡುವ ಜೊತೆಗೆ ಉಪದೇಶವು ಎಷ್ಟು ಮಟ್ಟಿಗೆ ಮಾಡ್ತಾ ಇದ್ದೀರಾ ಅದೇ ಮುಖ್ಯ. ഞാൻ വിശ്വസിക്കുന്നത് ഈ എൻ്റർടൈൻമെൻറ്റും ഫണ്ണും ഗെയിമും കളറിങ്ങും ഒക്കെ നമ്മുടെ സൺഡേ സ്കൂളിലെയും നമ്മുടെ ഇതിലെയും ഒരു 20-30% മാക്സിമം ആവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ನನ್ನ ಅನಿಸುವಿಕೆ ಎಷ್ಟಿರಬೇಕು ಈ ಚಟುವಟಿಕೆಗಳು, ಈ ಬಣ್ಣ ಹಚ್ಚುವುದು, ಚಿತ್ರ ಬಿಡಿಸುವುದು, ಮಕ್ಕಳ ಬಳಿಯಲ್ಲಿ ನೀವು ಮಾಡುವಂಥ ಆಟ ಆಡಿಸುವುದು, ಇದೆಲ್ಲ ನಿಮ್ಮ ತರಗತಿಯಲ್ಲಿ 20% ಇರಬೇಕಾಗಿರುವಂಥ ಕಾರ್ಯ. നമ്മുടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ വന്നിട്ട് നോഹയുടെ ആർക്കിന് കളറടിച്ചിട്ട് മാത്രം പോകുന്നവരാണോ, അതോ ആ നോഹയുടെ കഥ പഠിച്ച് അവനെ ക്രിസ്തുവിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ಇಂಪಾರ್ಟೆಂಟ್ ಆയിട്ടുള്ള കാര്യം. ನಮ್ಮ ಸಂಡೇ ಸ್ಕೂಲ್ಗೆ ಮಕ್ಕಳು ಬಂದು ನೋಹನ ನಾವೆಗೆ ಬಣ್ಣ ಹಚ್ಚಿ ಹೋಗುತ್ತಾರೆ ಅಷ್ಟೇ ಮಾಡ್ತಾರೋ, ಅಥವಾ ನೋಹನ ಬಗ್ಗೆ ಕಲಿತು ಅವರು ಕ್ರಿಸ್ತನ ಬಳಿಗೆ ನಡೆಸಲ್ಪಡುತ್ತಾರೋ ಏನೋ? നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ കുറച്ച് ആക്ഷൻ സോങ്ങുകളൊക്കെ പഠിച്ച് അത് മാത്രം കളിച്ചിട്ട് പോവുകയാണോ, അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടന്റ് ഉള്ള സോങ് ಹಿಮ್ಸ್ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്? ನೋಡಿ, ನಮ್ಮ ಮಕ್ಕಳನ್ನು ಸಂಡೇ ಕ್ಲಾಸಲ್ಲಿ ಬರೀ ನಾವು ನೃತ್ಯಗಳನ್ನು ಮಾಡಿಸಿ, ಆಕ್ಷನ್ ಸಾಂಗ್ ಮಾಡಿಸಿ ಅಲ್ಲಿಗೆ ನಿಲ್ಲಿಸ್ತೇವಾ, ಅಥವಾ ದೇವರ ಬಗ್ಗೆ ಸ್ತುತಿ ಸ್ತೋತ್ರದ ಹಾಡುಗಳನ್ನು ಕಲಿಸುತ್ತೇವೋ ಏನೋ? അല്ലെ, ചിലപ്പോഴൊക്കെ നമ്മുടെ VBSന് സൺഡേ സ്കൂൾ ആ പാട്ടൊന്നിന് എതിരല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയുകയാണ്. നമ്മളിങ്ങനെ ഐ ആം എ സീറോ വെൻ ജീസസ് കംസ് ഐ വിൽ ബി എ ഹീറോ എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ನಾವು ಸಂಡೇ ಕ್ಲಾಸಲ್ಲಿ VBS ಅಲ್ಲಿ ಕಲಿಸ್ತೀವಿ, ನಾನೊಬ್ಬ ಶೂನ್ಯ, ಯೇಸು ಬಂದಾಗ ನಾನು ವೀರನಾಗುತ್ತೇನೆ ಎಂಬುದಾಗಿ ಕಲಿಸ್ತೀವಿ. ಇದೆಲ್ಲ ಒಳ್ಳೇದು. അത് മാത്രം പഠിച്ചിട്ടാണോ നമ്മൾ പോകുന്നത്? ಅದಷ್ಟೇ ಕಲಿತು ನಾವು ಹೋಗುವವರಾಗಿದ್ದೇವಾ? അതിന് അപ്പുറമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയുമോ, ക്രൂശ് എൻ്റെ മുന്നിൽ ഉണ്ട്, ജീസസ് എൻ്റെ മുന്നിലുണ്ട്, അതുകൊണ്ട് ഞാൻ ടേൺ ബാക്ക് ചെയ്യത്തില്ല, പിന്നോട്ട് തിരിയത്തില്ല എന്നുള്ള പാട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുമോ? ಆದರೆ ಅದರಿಂದ ಮುಂದಿನ ಹೆಜ್ಜೆ, ಯೇಸು ನನ್ನ ಮುಂದೆ ಇದ್ದಾರೆ, ಶಿಲುಬೆ ನನ್ನ ಮುಂದೆ ಇದೆ, ಯೇಸುವನ್ನು ಹಿಂಬಾಲಿಸುವುದು ಬಿಟ್ಟು ಹಿಂದಕ್ಕೆ ನೋಡಲಾರೆ ಎಂಬುದಾಗಿ ಕಲಿಸ್ತೀರೋ ಇಲ್ವೋ? When we all get to heaven, what a joy it will be എന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ? ಪರಲೋಕಕ್ಕೆ ನಾವು ಸೇರುವಾಗ ನಾವೆಲ್ಲ ಒಟ್ಟಾಗಿ ಎಷ್ಟು ಸಂತೋಷವಾಗಿರುತ್ತೇವೆ ಎನ್ನುವಂತಹ ಸಂಗತಿಗಳು ಮಕ್ಕಳಿಗೆ ಕಲಿಸ್ತೀರೋ ಏನೋ? When we see Jesus, what a beautiful day it is എന്ന് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുമോ? ನಾವು ಯೇಸುವನ್ನು ಕಂಡಾಗ ಆ ದಿನ ಎಷ್ಟು ಸುಂದರವಾದ ದಿನ ಎಂಬುದಾಗಿರುವಂಥ ಸಂಗತಿ ಅವರ ಹೃದಯದಲ್ಲಿ ನೀವು ಇಟ್ಟುತ್ತೀರೋ ಏನೋ? പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ സൺഡേ സ്കൂളുകളിലും യൂത്ത് മീറ്റിങ്ങിലൊക്കെ നമുക്ക് മിസ്സായി പോകുന്നത് ഇതാണെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ದೇವರ ಮಕ್ಕಳೇ, ನಾನು ಒಂದು ಹೇಳುತ್ತೇನೆ, ನಮ್ಮ ಸಂಡೇ ಕ್ಲಾಸ್ಗಳಲ್ಲಾಗಲಿ, ನಮ್ಮ ಯವನಸ್ಥರ ಕೂಟದಲ್ಲಿ ನಾವು ಮರೆತು ಹೋಗುವಂಥ ವಿಷಯಗಳು ಇಂತಹ ಪ್ರಾಮುಖ್ಯ ವಿಷಯಗಳೇ. കാര്യം എന്നാന്നറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരാഴ്ചയിലെ 7 ദിവസത്തിൽ 5 മുതൽ 6 ദിവസം വരെ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ನಿಮಗೆ ಗೊತ್ತಾ, ನಮ್ಮ ಸಭೆಗೆ ಬರುವಂಥ ಸಂಡೇ ಸ್ಕೂಲ್ನ ಮಕ್ಕಳು 5 ಅಥವಾ 6 ದಿನ ಈ ಲೋಕದಲ್ಲಿಯೇ ಹೆಚ್ಚು ಕಾಲ ಕಳೆಯುವವರಾಗಿರುತ್ತಾರೆ. രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകുന്നേരം 3-4 മണിക്കാണ് തിരിച്ചു വരുന്നത്. 8 ಗಂಟೆಗೆ ಶಾಲೆಗೆ ಹೋಗುವ ಮಕ್ಕಳು ಸಂಜೆ 3-4 ಗಂಟೆಗಷ್ಟೇ ಮನೆಗೆ ಹಿಂತಿರುಗಿ എന്നിട്ട് ಬರುವುದು. മടങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എത്ര സമയം കാണും? മാക്സിമം 30 minutes to 1 hour. ನಮ್ಮ ಹಿಂತಿರುಗಿ ಬರುವಂಥ ಈ ಮಕ್ಕಳಿಗೆ ನೀವು ಕುಟುಂಬವಾಗಿ ಕುಳಿತು ಪ್ರಾರ್ಥನೆ ಅಭ್ಯಾಸ ಮಾಡುವುದು 30 ಅಥವಾ 1 ಗಂಟೆ ಕಾಲ ಹೆಚ್ಚಾಗಿ ಮಾಡಬಹುದು. ഞായറാഴ്ച നമ്മുടെ സൺഡേ സ്കൂളിന്റെ സമയം എത്രയായിരിക്കും? 1 hour അല്ലേ മാക്സിമം എന്ന് ഞാൻ വിചാരിക്കുന്നു. ಭಾನುವಾರದ ಮಕ್ಕಳಿಗೆ ಕೊಡುವಂಥ ಪಾಠಶಾಲೆ ಎಷ್ಟಿದ್ರೂ 1 ಗಂಟೆ ದಾಟಲ್ಲ. നിങ്ങൾ നോക്കണം, ഒരാഴ്ച മുഴുവൻ പോയിട്ട്
അവരവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെ മുഴുവൻ ഫീഡ് ചെയ്തത് ഈ ലോകത്തിന്റെ ആസ്പിറേഷൻസും ഈ ലോകത്തിന്റെ ಸ್ವಪ್ನങ്ങളുമാണ്. ನೋಡಿ, ಒಂದು ವಾರ ಈ ಮಕ್ಕಳು ಈ ಲೋಕಕ್ಕೆ ಹೋಗುವಾಗ ಈ ಲೋಕದ ಸುತ್ತಮುತ್ತಲಲ್ಲಿ ಅವರಿಗೆ ಬರುವಂತ ಆಕರ್ಷಣೆಗಳು ಏನಾಗಬೇಕು, ಏನ್ ಗಳಿಸಬೇಕೆನ್ನುವಂಥದ್ದೇ ಅವರ ಮನಸ್ಸಲ್ಲಿ ಇರುವಂಥದ್ದು. നമ്മൾ ഞായറാഴ്ച വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നോഹയുടെ ആർക്കിനെ കളറടിക്കാൻ കൊടുത്തിട്ട് നമ്മൾ അവസാനിപ്പിക്കരുത് നമ്മുടെ സൺഡേ സ്കൂൾ. ನಮ್ಮ ಸಂಡೇ ಕ್ಲಾಸ್ಗಳಲ್ಲಿ ನೋಹನ ನಾವೆಗೆ ಬಣ್ಣ ಹಚ್ಚಿ ಎಂಬುದಾಗಿ ಹೇಳಿ ಅಲ್ಲಿಗೆ ಮುಗಿಸಬಾರ್ದು ಎನ್ನುವಂಥದ್ದೇ ನಾನು ಬೇಡಿಕೊಳ್ಳುವುದು. We should teach them to look at the cross and Jesus. ನಾವು ಅವರಿಗೆ ಕಲಿಸಬೇಕಾಗಿರುವುದು ಯೇಸುವಿನ ಶಿಲುಬೆಯನ್ನು ದಿಟ್ಟಿಸಿ ಎಂಬುದಾಗಿಯೇ. നമ്മുടെ കുഞ്ഞുങ്ങൾ they hear the voice of the world more louder than the voice of God. That is dangerous. ನಮ್ಮ ಮಕ್ಕಳು ಈ ಲೋಕದ ಶಬ್ದ ದೇವರ ಶಬ್ದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಕೇಳುತ್ತಿದ್ದಾರೆ, ಅದು ಅಪಾಯಕರ. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൽ ഞാൻ ഇനി നിങ്ങളോട് വേഗത്തിൽ സംസാരിക്കാൻ പോകുന്നത്. മോശ പറയാണ് എന്താ നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടത്, തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾನು ನಿಮಗೆ ಕಲಿಸಿಕೊಡುವಂತ ಕಾರ್ಯ, ಮೋಶೆ ಹೇಳುತ್ತಿರುವುದು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಏನು ಕಲಿಸಿಕೊಡಬೇಕು. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് tell them who is our God. ಬರೆದಿಟ್ಕೊಳ್ಳಿ, ಮೊದಲನೇ ಕಾರ್ಯ ಅವರಿಗೆ ನಾವು ತಿಳಿಸ್ಬೇಕಾಗಿರುವುದು ನಮ್ಮ ದೇವರು ಯಾರಾಗಿದ್ದಾನೆ. വളരെ സിമ്പിൾ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമല്ലേ, നമ്മുടെ ദൈവം ആരാന്ന് എല്ലാവർക്കും ഉത്തരം പറയാം. ಬಹಳ ಸರಳವಾದಂಥ ಪ್ರಶ್ನೆ ಎಂಬುದಾಗಿ ನಿಮ್ಗೆ ಅನ್ನಿಸ್ತದೆ. ನಮ್ಮ ದೇವರು ಯಾರು? ಯಾರು ಬೇಕಾದರೂ ಉತ್ತರ ಕೊಡಬಹುದು. നമ്മൾ ഇതിന്റെ 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് അവിടെ നമ്മളത് കാണുന്നത്. 6ನೇ ಅಧ್ಯಾಯದ 4ನೇ ವಾಕ್ಯದಲ್ಲಿ ನಮ್ಮ ದೇವರು ಯಾರೆಂಬುದಾಗಿ ಕಾಣಲು ಸಾಧ್ಯ. Hear, O Israel, the Lord our God is the Lord is one. ಇಸ್ರಾಯೇಲ್ರೇ ಕೇಳು, ದೇವರಾದ ಕರ್ತನು ಒಬ್ಬನೇ ಕರ್ತನು. നമ്മൾ ദൈവത്തെക്കുറിച്ച് ചുമ്മാ പഠിപ്പിച്ച് വിടുകയല്ല, but we should teach them the exclusiveness of our God. ನೋಡಿ, ಮಕ್ಕಳಿಗೆ ದೇವರ ಬಗ್ಗೆ ಸುಮ್ಮನೆ ಕಳಿಸುವುದಲ್ಲ, ದೇವರು ಎಷ್ಟು ವೈಶಿಷ್ಟ್ಯನೆಂಬುದಾಗಿರುವಂಥ ಸಂಗತಿ ನಾವು ಕಲಿಸ್ಬೇಕು. We should teach them the uniqueness of our God. ನಮ್ಮ ದೇವರು ಎಷ್ಟು ಮಟ್ಟಿಗೆ ವೈಶಿಷ್ಟ್ಯನೆಂಬುದಾಗಿ ನಾವು ಕಲಿಸ್ಬೇಕು. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ಅದು ಬಹಳ ಬಹಳ ಮುಖ್ಯವಾದಂಥ ಕಾರ್ಯ. ദൈവത്തെക്കുറിച്ച് ജനറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവരെ വിട്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും, അതൊക്കെ അവർക്ക് പുറത്തുനിന്നും കിട്ടുന്ന കാര്യങ്ങളാണ്. ದೇವರ ಬಗ್ಗೆ ಸಾಮಾನ್ಯವಾದ ಸಂಗತಿಗಳು ಹೇಳಿ ಕಳಿಸುವಂಥದ್ರಿಂದ ಯಾವ ಪ್ರಯೋಜನ ಇಲ್ಲ. ಯಾಕಂದ್ರೆ ಹೊರಗಿನಲ್ಲೂ ಲೋಕದಲ್ಲಿಯೂ ಅವ್ರಿಗೆ ಅದೇ ದೊರಕುತ್ತದೆ. അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മുടെ സൺഡേ സ്കൂളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നു. ನಮ್ಮ ಕುಟುಂಬದಲ್ಲಾಗಲಿ ನಮ್ಮ ಸಂಡೇ ಕ್ಲಾಸ್ಗಳಲ್ಲಿ ಇದು ಮಕ್ಕಳಿಗೆ ತಿಳಿಸಿಕೊಡಲು ನಮ್ಮಿಂದ ಸಾಧ್ಯವಾಗ್ತಾ ಇದೆಯಾ ಇಲ್ವಾ? നമ്മളിത് അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തുനിന്ന് ദൈവത്തെക്കുറിച്ച് വളരെ റോങ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനായിട്ടുള്ള സാധ്യത. ನಾವಿದನ್ನು ಸರಿಯಾಗಿ ಮಕ್ಕಳಿಗೆ ತಿಳಿಸದೆ ಹೋದ್ರೆ ಹೊರಗಿನ ಲೋಕದಿಂದ ತಪ್ಪಾದ ಮಾಹಿತಿಗಳು ದೇವರ ಬಗ್ಗೆ ಅವರಿಗೆ ದೊರಕುತ್ತದೆ. നിങ്ങൾ നോക്കണം, മോശ ഇത് അവരോട് പറയാനായിട്ട് ഈ പുറപ്പാട് പുസ്തകം തൊട്ട് തുടങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദൈവം ഏകനായ ദൈവമാണെന്ന് പറയാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. ಮೋಶೆ ಇದನ್ನು ಹೇಳಲಿಕ್ಕೆ ಹಿನ್ನೆಲೆ ಏನಂದ್ರೆ, ವಿಮೋಚನ ಕಾಂಡದಿಂದಲೇ ಆತನು ಹೇಳುತ್ತಾನೆ ಈ ದೇವರು ಯಾಕೆ ಇಷ್ಟು ವೈಶಿಷ್ಟ್ಯನು. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ, ಧರ್ಮೋಪದೇಶ ಕಾಂಡ ವಿಮೋಚನ ಕಾಂಡ 32ನೇ ಅಧ್ಯಾಯ ನೋಡುವಾಗ അവിടെ മോശ ഈ കൽപ്പനകൾ വാങ്ങാൻ വേണ്ടി സീനായ് മലയിലേക്ക് കയറിപ്പോയി താമസിക്കുന്ന സമയമുണ്ട്, വരാനായിട്ട് താമസിക്കുന്ന സാഹചര്യമുണ്ട്. ಮೋಶೆ ದೇವರ ಆಜ್ಞೆಗಳನ್ನು ಪಡೆಯಲಿಕ್ಕೆ ಬೆಟ್ಟದ ಮೇಲೆ ಹೋಗಿ ಹಿಂತಿರುಗಿ ಬರಲು ತಡವಾದನು. എന്നിട്ട് കുറേ സമയം താമസിക്കുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയാണ്. നമുക്കറിയാം. ನೋಡಿ, ಆಗ ಏನಾಯ್ತು, ಬರಲಿಕ್ಕೆ ತಡವಾದಾಗ ಆರೋನ್ ಅನ್ನುವಂಥವನು ಒಬ್ಬ ನಾಯಕನಿದ್ದನು. ಆತನ ನಾಯಕತ್ವದಲ್ಲಿ ಒಂದು ಬಸವನನ್ನುಂಟು ಮಾಡಿ ಆರಾಧಿಸ ಪ್ರಾರಂಭಿಸಿದರು. ഈ കാളക്കുട്ടി വാർത്തുണ്ടാക്കി എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പക്ഷെ അത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ನೋಡಿ, ಬಸವನನ್ನು ರೂಪಿಸಿ ಅಲ್ಲಿ ಆರಾಧಿಸಿದ್ದಲ್ಲ ಅಷ್ಟೇ ಅಲ್ಲ ಸಮಸ್ಯೆ. ಇನ್ನೂ ದೊಡ್ಡ ಸಮಸ್ಯೆವೇನೆಂದ್ರೆ, അതിന് 32-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ವಿಮೋಚನ ಕಾಂಡ 32ನೇ ಅಧ್ಯಾಯದ 4ನೇ ವಾಕ್ಯ ಹೇಳುವಂತ ಒಂದು ಕಾರ್ಯ. അവിടെ പറയുന്നത് ഇതാണ്, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് ഈ കാളക്കുട്ടിയാണെന്നും കൂടെ പറയുന്നുണ്ട്. ಆರೋನ್ ಅವರಿಗೆ ತಿಳಿಸ್ತಾ ಇದ್ದಾರೆ, ನಿಮ್ಮನ್ನು ಐಗುಪ್ತ ಗುಲಾಮತನದಿಂದ ಬಿಡಿಸಿ ತಂದದ್ದು ಈ ಬಸವನೆಂಬುದಾಗಿ. അത് ഭയങ്കര അപകടമാണ്. ಅದು ಬಹಳ ಅಪಾಯ ತಾನೆ. ഇത് എല്ലാം ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ട് പറയണ ഈ കാളക്കുട്ടിയാണ് നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നു പറയുക. ದೇವರ ಬಗ್ಗೆ ಇಷ್ಟು ಹೇಳಿ ನಡೆಸಿ ತಂದಂತ ದೇವರನ್ನು ಮರೆತು ಬಸವನನ್ನು ತೋರಿಸಿ ಹೇಳುತ್ತಾರೆ, ಈ ಬಸವನೇ ನಿಮ್ಮನ್ನು ನಡೆಸಿ ಬಂದದ್ದು ಐಗುಪ್ತ ಗುಲಾಮತನದಿಂದ. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ മോശ പറയുന്നത്,
നമ്മൾ ദൈവം ആരാണെന്ന് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ನೋಡಿ, ಈ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಮೋಶೆ ಹೇಳುತ್ತಾನೆ ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ, ನಮ್ಮ ದೇವರು ಯಾರೆಂಬುದಾಗಿ ಮೊದಲು ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ഈ ಕಲಿಸಿಕೊಡಿ. ദൈവത്തിന്റെ യുണീക്നെസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ಈ ದೇವರ ಅನನ್ಯತೆಯನ್ನು ನೀವು ತಿಳಿಸಿಕೊಡಿ. നമ്മൾ പുതിയ നിയമ വിശ്വാസികളായിട്ട് പറഞ്ഞു വരുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನಾವು ಬದುಕಿರುವಾಗ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ತಂದೆ ಯಾರು, ಕುಮಾರನ ಯಾರು, ಪವಿತ್ರಾತ್ಮನ್ ಯಾರು ಎನ್ನುವಂಥದ್ದು ಕಲಿಸಿಕೊಡಬೇಕಾಗಿದೆ. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കൂ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും. ನಾನು ಇದನ್ನು ಹೇಳುವಾಗ ನೀವು ನೆನೆಸಬಹುದು, ಇದೆಲ್ಲ ದೊಡ್ಡ ಸಂಗತಿಗಳು ತಾನೆ, ಇದೆಲ್ಲ ಅವ್ರಿಗೆ ಕಲಿಸ್ಬೇಕಾ, ഇതൊക്കെ വലിയ ദൈവശാസ്ത്രമല്ലേ, ട്രയൂൺ ഗോഡിനെ കുറിച്ചൊക്കെ പറയുന്നെന്ന് നിങ്ങൾ വിചാരിക്കും. ನೀವು ನೆನೆಸಬಹುದು ಇದೆಲ್ಲ ದೊಡ್ಡ ದೇವಶಾಸ್ತ್ರ, ತ್ರಿಯೇಕ ದೇವರ ಬಗ್ಗೆ ನಾವು ತಿಳಿಸ್ಬೇಕಾ ಏನು ಎಂಬುದಾಗಿ. പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മുടെ ദൈവവിശ്വാസം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ಆದರೆ ಒಂದು ಹೇಳುತ್ತೇನೆ, ಮಕ್ಕಳ ಸಣ್ಣ ಪ್ರಾಯದಿಂದ ನಾವು ನಂಬಿರುವಂಥ ದೇವ ನಂಬಿಕೆ ಏನೆಂಬುದಾಗಿ ಅವರಿಗೆ ನಾವು ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿಸಲೇಬೇಕು. കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ ഈ ദൈവത്തെക്കുറിച്ച് വികലമായി പഠിപ്പിക്കുന്ന യഹോവ സാക്ഷികളടക്കമുള്ള പലരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരികയും അവരെ തെറ്റായ വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത. ಈಗಲೇ ಅವರಿಗೆ ನೀವು ಕಲಿಸದೆ ಹೋದರೆ ಅನೇಕ ದುರುಪದೇಶ ಹೇಳುವಂಥ ಗುಂಪುಗಳಿದ್ದಾರೆ, ಯೆಹೋವ ಸಾಕ್ಷಿಗಳು ಇನ್ನೂ ಅನೇಕರಿದ್ದಾರೆ. ಅವರು ಈ ಮಕ್ಕಳನ್ನು ಹಿಡಿದು ಅವರ ಉಪದೇಶಗಳನ್ನು ಕೊಟ್ಟು ದುರುಪದೇಶದಲ್ಲಿ ನಡೆಸುವಂಥ ಸಾಧ್ಯತೆ ಇದೆ. അവർക്ക് ആ തെറ്റായ ഉപദേശം പോലും നന്നായിട്ട് ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ എടുത്ത് സമർത്ഥിക്കാനായിട്ട് അറിയാം. ಆ ದುರುಪದೇಶ ಮಾಡುವವರು ತಪ್ಪಾದ ಉಪದೇಶ ಹೇಳುವುದು, ಆದರೆ ಸತ್ಯವೇದದಿಂದ ವಾಕ್ಯ ಆರಿಸಿ ದುರುಪದೇಶಗಳನ್ನು ಹಬ್ಬಿಸುವವರಾಗಿದ್ದಾರೆ. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്ക് പോലും അവരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ നമ്മൾ പകച്ചു നിന്നു നമുക്ക് മറുപടി പറയാനായിട്ട് സാധിക്കാം. ಆದರೆ ಅನೇಕ ವೇಳೆ ನಮ್ಮ ಮಕ್ಕಳಿಗೂ ಯಾಕೆ ಬೇಕು, ದೊಡ್ಡವರಿಗೂ ಕೂಡ ಅವರು ಕೇಳುವಂಥ ಪ್ರಶ್ನೆಗೆ ಉತ್ತರ ಕೊಡದೆ ನಿಲ್ಲುತ್ತಾರೆ. അതുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം അവർക്ക് പറഞ്ഞു കൊടുക്കും. ಆದ್ರಿಂದ ಸಣ್ಣ ಪ್ರಾಯದಿಂದಲೇ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ನಾವು ನಂಬಿರುವಂಥ ದೇವ ನಂಬಿಕೆಯನ್ನು ಸ್ಪಷ್ಟವಾಗಿ ಕಲಿಸತಕ್ಕದ್ದು. അല്ലെങ്കിൽ അവർ തെറ്റായ ഉപദേശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ಅಲ್ಲದಿದ್ದರೆ ಅವರು ತಪ್ಪಾದ ಉಪದೇಶಕ್ಕೆ ಹೋಗುವಂತಹ ಸಾಧ್ಯತೆ ಇದೆ. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഇവർക്ക് ഏറ്റവും കട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ನೋಡಿ, ಈ ಮಕ್ಕಳು ಶಾಲೆಗೆ ಹೋಗುವಾಗ ನಿಮಗೆ ಗೊತ್ತಾ, ನನ್ನ ಮಗ ಕೂಡ 1ನೇ ತರಗತಿ ಹೋಗುವಾಗ ಅವರು ಕಲಿಯುವಂಥ ವಿಷಯಗಳು ಎಷ್ಟು ಕಠಿಣವಾದಂಥ ಭಾಗಗಳು. 1ാം ക്ലാസ്സിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ഇവർ പഠിക്കുക. 1ನೇ ತರಗತಿಯಲ್ಲೇ ಗುಣಾಕರಿಸುವ ಬಗ್ಗೆ ಕಲಿಯುತ್ತಾರೆ. ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിച്ചെന്ന് ഓർക്കുന്നു. ഇപ്പോഴും ശരിയായിട്ട് പഠിച്ചിട്ടില്ല, അന്നങ്ങോട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ನಮ್ಮ ಊರಲ್ಲಿ ನಾವು 4, 5ನೇ ತರಗತಿಯಲ್ಲಿ ಇದೆಲ್ಲ ಕಲಿತಿದ್ದು, ಈಗಲೂ ಗಣಿತ ಸರಿಯಾಗಿ ಗೊತ್ತಿಲ್ಲ. ഈ 1ാം ക്ലാസ്സിലുള്ള കൊച്ചി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പ്രായത്തിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 1ನೇ ತರಗತಿಯಲ್ಲಿ ಓದುವಂತಹ ಮಗುವಿಗೆ ಇಂಥ ಗುಣಾಕಾರದ ಗಣಿತ ಕಲಿಯುವಾಗ ನಾನು ಅನಿಸಿದೆ, 1ನೇ ಕ್ಲಾಸ್ನ ತರಗತಿ ಇರುವ ಮಗುವಿಗೆ ಇದು ಬೇಕಿದೆಯಾ? പക്ഷേ 3ാം ക്ലാസ് 4ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് അവർക്കത് മനസ്സിലായി, അടുത്ത ലെവലിലേക്ക് അവർക്ക് മനസ്സിലാകാനുള്ള പ്രാപ്തിയായി അവർക്ക്. ಆದರೆ ಈ ಮಕ್ಕಳು 3, 4 ತರಗತಿಗೆ ಬರುವಾಗ ಗಣಿತ ಶಾಸ್ತ್ರ ಚೆನ್ನಾಗಿ ಕಲಿತು ಮುಂದಿನ ಹಂತಕ್ಕೆ ಸಾಗುತ್ತಿದ್ದಾರೆ. ലോകത്തിന്റെ എഡ്യൂക്കേഷൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ഇവിടെ നോഹയുടെ ആർക്കിന് കളർ ഇടിച്ചുകൊണ്ടിരിക്കുക. ಲೋಕದ ವಿದ್ಯಾಭ್ಯಾಸ ಎಷ್ಟು ಮುಂದುವರೆದಿರುವಾಗ ನಾವು ಮಕ್ಕಳಿಗೆ ನೋಹನ ನಾವೇ ಕೊಟ್ಟು ಸಂಡೇ ಕ್ಲಾಸಲ್ಲಿ ಬಣ್ಣ ಹಚ್ಚಿ ಎಂಬುದಾಗಿ ಕೊಡ್ತಾ ಇದ್ದೀವಿ. നമ്മൾ പറയുന്നത് പ്രായമായില്ല ഇനി അങ്ങോട്ട് പോട്ടെന്നാ പറയുന്നത്. ನಾವೇನು ಹೇಳೋದು ಗೊತ್ತಾ, ಈ ಮಕ್ಕಳಿಗೆ ಇನ್ನೂ ಕಲೀಲಿಕ್ಕೆ ಸಮಯ ಇದೆ, ಇನ್ನೂ ಅವರಿಗೆ ವಯಸ್ಸಾಗಿಲ್ಲ, ಮುಂದಕ್ಕೆ ಹೋಗ್ಲಿ, ಆಮೇಲೆ ಕಲ್ಸೋಣ. പ്രിയ സഹോദരങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനം എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് സമർപ്പണത്തിലേക്ക് അവർ വരുമ്പോൾ അവർ രക്ഷാനിർണയം പ്രാപിച്ച് അവർ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് മാത്രമേ അവർ സ്നാനമെടുക്കാൻ പാടുള്ളൂ. ನೋಡಿ, ನಾವು ತಿಳಿದಿರಬೇಕು, ನಮ್ಮ ಮಕ್ಕಳು ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಪ್ರಾಯ ಬರುವಷ್ಟರಲ್ಲಿ ಅವರ ದೇವರು ಯಾರಾಗಿದ್ದಾರೆ, ರಕ್ಷಣೆಯ ನಿಶ್ಚಯತೆ ಅವರು ಹೊಂದಿಕೊಂಡೇ ಅವರು ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಇಳಿಲೇಬೇಕು. നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ഒരു രീതിയുണ്ട്, 10ാം ക്ലാസ് ആകുമ്പോൾ പിള്ളേരെ സ്നാനപ്പെടുത്തുന്ന ഒരു പരിപാടി. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നാട്ടിലുള്ളൊരു പരിപാടിയാണ്. ನಮ್ಮ ಊರಲ್ಲಿ ಮಾಡುವಂಥ ಪದ್ಧತಿ, ಮಕ್ಕಳು 10ನೇ ತರಗತಿ ಬರುವಾಗಲೇ ದೀಕ್ಷಾ ಸ್ನಾನ ತಗೋ ಎಂಬುದಾಗಿ ಒತ್ತಾಯಿಸ್ತಾರೆ. 10ാം ക്ലാസ്സിലാണ്, SSLC പരീക്ഷ ഉള്ളതാണ്, സ്നാനപ്പെട്ടോണം കേട്ടോ. അപ്പോൾ സ്നാനപ്പെടുന്നത് എന്തിനാണ്? 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ജയിക്കാനാണോ? ನೀನು 10ನೇ ಕ್ಲಾಸಿಗೆ ಬಂದಿದೆಯಾ, SLC ಬರೆಯಕ್ಕೆ ಹೋಗ್ತಾ ಇದೆಯಾ, ದೀಕ್ಷಾ ಸ್ನಾನ ಬೇಗ ತಗೋ, ಯಾಕಂದರೆ SLC ಪರೀಕ್ಷೆ ಇದೆ. ದೀಕ್ಷಾ ಸ್ನಾನ ಪರೀಕ್ಷೆ ಪಾಸ್ ಆಗ್ಲಿಕ್ಕೆ ತಗೋತಾರ ಏನು? പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പഠിച്ച് രക്ഷാനിർണയം നമുക്ക് ബോധ്യമുണ്ടായി വീണ്ടും ജനനത്തിന് അനുഭവം പ്രാപിച്ചിട്ടായിരിക്കണം നമ്മൾ ആ രീതിയിലേക്ക് പോകേണ്ടത്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನಮ್ಮ ಮಕ್ಕಳಿಗೆ ರಕ್ಷಣೆ ಅನುಭವ ಆಗಬೇಕು, ಅದರ ಬಗ್ಗೆ ನಿಶ್ಚಯತೆ ಬೇಕು. ಅದಿದ್ದರೆ ಮಾತ್ರವೇ ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಅವರನ್ನು ಒಪ್ಪಿಸಬೇಕು. എൻ്റെ
പേരൻസിനോടും ഇവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകരോടുമുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്: നമ്മൾ ആരെയും നിർബന്ധിച്ച് സ്നാനം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളവരെ കർത്താവിലേക്ക് വീണ്ടും ജനനത്തിന് അനുഭവത്തിലേക്ക് നയിക്കണം. ಆ ಬೋಧ್ಯ ಮದನ ಶೇಷಮಾയിരിക്കണം ಅವರೇ ಸ್ನಾನത്തിലേക്ക് ನಯಿക്കണം. ಇಲ್ಲಿರುವಂತಹ ಪೋಷಕರಿಗೆ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಇಲ್ಲಿರುವಂತಹ ಅಧ್ಯಾಪಕರಿಗೆ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಯಾರನ್ನು ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಒತ್ತಾಯಿಸಬೇಡಿ. ರಕ್ಷಣೆಯ ನಿಶ್ಚಯತೆ ಅವರಿಗೆ ಬಂದರೆ ಮಾತ್ರವೇ ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ನಡೆಸಬೇಕು. ಮಕ್ಕಳೇ, ഒരു ദൈവവൈദ്യലും ബയോളജിക്കലി ക്രിസ്ത്യൻ ആവുന്നില്ല. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಎಂದಿಗೂ ಯಾವ ಒಂದು ದೇವ ಮಗು ಹುಟ್ಟಿದ್ದ ಜನ್ಮದಿಂದಲೇ ಕ್ರೈಸ್ತರಾಗುವುದಿಲ್ಲ. ക്രിസ്ത്യാനിയായ മാതാപിതാക്കൾ ജനിച്ചതുകൊണ്ട് 10ാമത്തെ ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് അവൻ ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യാനിയൊന്നും ആയി മാറുന്നില്ല. ಕ್ರೈಸ್ತ ಪೋಷಕರಿಗೆ ಹುಟ್ಟಿದ ಕಾರಣ 10ನೇ ಕ್ಲಾಸ್ ಆಗಿದ ತಕ್ಷಣ ಈ ಮಗು ಈಗ ಕ್ರೈಸ್ತ ಧರ್ಮಕ್ಕೆ ಸೇರ್ಬೇಕಾಗಬೇಕಾದ ಯಾವ ಅನುಭವ ಇಲ್ಲ. അവിടെയാണ് മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഒരു വലിയ സമർപ്പണം ഉണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും ജനനത്തിന് അനുഭവത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ബോധ്യം. ನೋಡಿ, ಇಲ್ಲಿ ನಿಮಗೆ ಖಂಡಿತ ನೀವು ತಿಳಿದುಕೊಳ್ಬೇಕಾದಂಥ ಕಾರ್ಯ, ಈ ಮಕ್ಕಳನ್ನು ರಕ್ಷಣೆಗೆ ನಡೆಸಲು ಈ ಮಕ್ಕಳನ್ನು ದೇವರು ನನ್ನ ಕೈಯಲ್ಲಿ ಕೊಟ್ಟಿದ್ದಾನೆ ಎನ್ನುವಂಥದ್ದು ನೀವು ಅರಿತಿರಬೇಕು. അവർ ഈ രക്ഷാ നിർണയം പ്രാപിക്കണം. ಈ ಮಕ್ಕಳು ರಕ್ಷಣೆಯ ನಿಶ್ಚಯತೆ ಪಡೆದುಕೊಳ್ಳಬೇಕು. അവരെ നമ്മൾ ಅದೇ രക്ഷയുടെ ഉപദേശം പഠിപ്പിക്കണം. ಈ ಮಕ್ಕಳಿಗೆ ರಕ್ಷಣೆಯ ಉಪದೇಶ ನಾವೇ ಕಲಿಸಬೇಕು. നമ്മൾ അവരെ നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും പഠിപ്പിക്കണം. ಈ ಮಕ್ಕಳಿಗೆ ನೀತೀಕರಣ ಏನು, ಪರಿಶುದ್ಧತನ ಏನೆಂಬುದಾಗಿ ಕಲಿಸಬೇಕು. അങ്ങനെ ಅವരെ വീണ്ടും ജനത്തെ അനുഭവത്തിലേക്ക് നയിക്കണം. ಆ ರೀತಿ ಅವರನ್ನು ಪುನಃ ಹುಟ್ಟುವ ಅನುಭವಕ್ಕೆ ಕೊಂಡೊಯ್ಯಬೇಕು. പ്രിയ മക്കളെ, അവരെ അതുപോലെ തന്നെ ഈ വചനത്തിന്റെ സഫിഷ്യൻസി, ദിസ് ബൈബിൾ ഈസ് സഫിഷ്യന്റ് ഇനഫ് ഫോർ ദം എന്ന് അവരെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയും. ಈ ಮಕ್ಕಳಿಗೆ ಎರಡನೇ ನಾವು ಕಲಿಸಬೇಕಾಗಿದೆ, ದೇವರ ವಾಕ್ಯ ನಮಗೆ ಸಾಕು ಅನ್ನುವಂತಹ ಕಾರ್ಯ. പ്രിയ മക്കളെ, ഈ വചനം അവർക്ക് സഫിഷ്യന്റ് അല്ല എന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ they will be attracted to some other revelation beyond this Bible. ಈ ದೇವರ ವಾಕ್ಯ ಪ್ರಕಟಣೆ ನಮಗೆ ದೇವರ ಬಗ್ಗೆ ತಿಳಿಯುವುದಕ್ಕೆ ಸಾಕಾಗಿದೆ ಎಂಬುದಾಗಿ ನಾವು ಅವರಿಗೆ ಕಲಿಸದೆ ಹೋದರೆ ಮತ್ತೊಂದು ಪ್ರಕಟಣೆ ಹುಡುಕಿ ಹೋಗುತ್ತಾರೆ. 2 പത്രോസ് 1:3-4 വേദഭാഗങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. 2 ಪೇತ್ರ 1ನೇ ಅಧ್ಯಾಯ 3-4 ವಾಕ್ಯಗಳು ಈ ರೀತಿ ಹೇಳ್ತದೆ: ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ നൽകിയിരിക്കുന്നു. ನಮ್ಮ ಜೀವಕ್ಕೂ ಭಕ್ತಿಗೂ ಬೇಕಾದೆಲ್ಲ ದೇವರು ಕೊಟ್ಟಿದ್ದಾನೆ. ഇംഗ്ലീഷ് ബൈബിൾ NIV വെക്കുമ്പോൾ എവറിത്തിങ് ഫോർ യുവർ ഗോഡ്ലി ലൈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഭക്തി ജീവിതത്തിന് വേണ്ടതെല്ലാം അവൻ നൽകിയിരിക്കുന്നു. ನಿಮ್ಮ ಭಕ್ತಿ ಜೀವನಕ್ಕೆ ಬೇಕಾದೆಲ್ಲ ದೇವರು ಈಗಾಗಲೇ ಕೊಟ್ಟಿದ್ದಾನೆ. God has given us everything for our holy godly life. ನಮ್ಮ ಪವಿತ್ರ ಜೀವನ ಜೀವಿಸುವಂತೆ, ನಮ್ಮ ಭಕ್ತಿಯ ಜೀವನ ಜೀವಿಸುವಂತೆ ಬೇಕಾದೆಲ್ಲ ವಾಕ್ಯ ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಿದೆ. The revelation of God is complete in this book. ಈ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ದೇವರ ಬಗ್ಗೆ ಇರುವ ಪ್ರಕಟಣೆ ಸಂಪೂರ್ಣವಾಗಿದೆ. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ನೀವು ಅದನ್ನು ನಂಬ್ತೀರಾ ಇಲ್ವಾ? ദൈവത്തിന്റെ വെളിപ്പാട് ഈ പുസ്തകത്തിൽ പൂർണ്ണമാണ്. ದೇವರ ಪ್ರಕಟಣೆ ಈ ಪುಸ್ತಕದಲ್ಲಿ ಪೂರ್ಣವಾಗಿದೆ. പക്ഷെ വളരെ അപകടകരമായ ഒരു ടീച്ചിങ് ഇന്ന് നിലനിൽപ്പുണ്ട്. അതെന്താണ്? ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില റെവലേഷനും കൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്നുണ്ടുള്ള അപകടകരമായ ടീച്ചിങ് ഇന്ന് നിലനിൽക്കും. ಆದರೆ ಇವತ್ತು ಅಪಾಯಕರವಾದಂಥ ಉಪದೇಶಗಳು ಬಂದಿದೆ. ಈ ದೇವರ ವಾಕ್ಯ ಬಿಟ್ಟು ನಮಗೆ ಏನೋ ದೊಡ್ಡ ಪ್ರಕಟಣೆ ಸಿಕ್ಕಿದೆ, ದೇವರು ಮಾತನಾಡಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ಪ್ರಕಟಣೆಗಳು. The revelation is complete in this book. ಈ ಪುಸ್ತಕದಲ್ಲಿ ದೇವರ ಬಗ್ಗೆ ಇರುವ ಪ್ರಕಟಣೆ ಸಂಪೂರ್ಣವಾಗಿದೆ. Only thing we need to understand that revelation from this book. ಆದರೆ ಒಂದೇ ಒಂದು ಕಾರ್ಯ, ಈ ಪುಸ್ತಕದಿಂದ ನಾವು ಆ ಪ್ರಕಟಣೆ ಪಡೆದುಕೊಳ್ಳಬೇಕು. So we should teach our kids. ಆದ್ರಿಂದ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಇದನ್ನು ಕಲಿಸ್ಕೊಡ್ಬೇಕು. The sufficiency of the word of God. ಈ ದೇವರ ವಾಕ್ಯ ನಮಗೆ ಸಾಕಾದದ್ದು ಎಂಬುದಾಗಿ. പ്രിയ മക്കൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? ಇದು ಬಹಳ ಪ್ರಾಮುಖ್ಯತಾನೆ. അതുകൊണ്ട് നമ്മൾ അതാണ് മോശ പറയുന്നത്, ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ಆದ್ರಿಂದಲೇ ಮೋಶೆ ಹೇಳುತ್ತಾನೆ, ಈ ವಾಕ್ಯ ಮತ್ತೊಬ್ಬರಿಗೆ ವರ್ಗಾಯಿಸಬೇಕಾದ್ದು ನಮ್ಮ ಕರ್ತವ್ಯವಾಗಿದೆ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പുസ്തകം വായിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. ಆದ್ರಿಂದ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಈ ಪುಸ್ತಕ ಓದಲೇಬೇಕೆಂಬುದಾಗಿ ಪ್ರೋತ್ಸಾಹ ಕೊಡಬೇಕು. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ಅದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ഞാൻ ಕಾರ್ಯ. വേഗത്തിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്, പക്ഷെ ഞാൻ കട്ട് ഷോർട്ട് ചെയ്ത് വേഗത്തിൽ പോവുകയാണ്. ನನಗೆ ಬಹಳಷ್ಟು ಹೇಳಲಿಕ್ಕಿದೆ, ಆದರೆ ಸಮಯ ಇಲ್ಲದಿರುವ ರೀತಿ ನಾನು ಇದನ್ನೆಲ್ಲ ಸಂಕ್ಷಿಪ್ತವಾಗಿ ತಿಳಿಸ್ತಾ ಇದ್ದೀನಿ. നമുക്ക് കുറച്ച് ഹെഡ് നോളജ് മാത്രം മതിയോ? ನಮಗೆ ಸ್ವಲ್ಪ ತಲೆಯಲ್ಲಿ ಸ್ವಲ್ಪ ತಿಳುವಳಿಕೆ ಇದ್ರೆ ಸಾಕ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ, ട്രൈയൂൺ ഗോഡ്, സാങ്ക്ടിഫിക്കേഷൻ, ജസ്റ്റിഫിക്കേഷൻ, ഇറ്റ്സ് ഓൾ ഹെഡ് നോളജ്. ನೋಡಿ, ಇವತ್ತು ನಾನು ಹೇಳಿದ ಪ್ರಕಾರ ತ್ರಿಯೇಕ ದೇವರ ಬಗ್ಗೆ ಇರ್ಬೋದು, ನಮಗೆ ನೀತಿಕರಣದ ಬಗ್ಗೆ ಇರ್ಬೋದು, ಪವಿತ್ರತೆ ಬಗ್ಗೆ ಇರ್ಬೋದು, ಇದೆಲ್ಲ ನಾವು ಕಲಿತರೆ ಬರೀ ತಲೆಯಲ್ಲಿರುವಂಥ ತಿಳುವಳಿಕೆ ಅಷ್ಟೇ. അതുകൊണ്ടാണ് ഈ 4ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് 5ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ടീച്ച് them to grow in the love of God.
ಆದ್ರಿಂದಲೇ ನೋಡಿ ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳ್ತದೆ, ಅವರಿಗೆ ನಾವು ಕಲಿಸಬೇಕಾಗಿರುವುದು ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ ಬೆಳೆಯುವಂತೆ. Love the Lord your God with all your heart and with all your soul and with all your strength. ನಿಮ್ಮ ದೇವರಾದ ಕರ್ತನನ್ನು ನಿಮ್ಮ ಪೂರ್ಣ ಹೃದಯದಿಂದಲೂ ಪೂರ್ಣ ಪ್ರಾಣದಿಂದಲೂ ಪೂರ್ಣ ಬಲದಿಂದಲೂ ಪ್ರೀತಿಸಬೇಕು. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അന്നും പറയുന്നുണ്ട്. ಸುವಾರ್ತೆಯಲ್ಲಿ ನಾವು ನೋಡುವಾಗ ನಮ್ಮ ಈ ಕರ್ತನಾದ ಯೇಸು ಈ ಪದವನ್ನೇ ಮತ್ತೆ ಹೇಳುತ್ತಾರೆ. പ്രിയമക്കളെ, നമ്മുടെ തലയിലിരിക്കുന്ന ഈ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തണം. അതാണ് കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. ನಮ್ಮ ತಲೆಯಲ್ಲಿರುವಂಥ ಈ ತಿಳುವಳಿಕೆ ನಮ್ಮ ಹೃದಯಕ್ಕೆ ಸೇರಬೇಕು. ಅದನ್ನೇ ದೇವರ ವಾಕ್ಯ ಹೇಳುವುದು, ಆತನನ್ನು ಪೂರ್ಣ ಹೃದಯದಿಂದ ಪ್ರೀತಿಸಬೇಕು. ಡಾಕ್ಟ್ರಿನ್ ಆಫ್ ಸಾಲ್ವೇಷನ್ പഠിച്ചാൽ പോരാ, ಬಟ್ ವಿ ಶುಡ್ ಹ್ಯಾವ್ ದ ಜಾಯ್ ಆಫ್ ಸಾಲ್ವೇಷನ್. ರಕ್ಷಣೆಯ ಬಗ್ಗೆ ಇರುವಂಥ ಧರ್ಮೋಪದೇಶ ಕಲಿತರೆ ಸಾಲದು, രക്ഷണ അനുഭവം പಡೆದುಕೊಳ್ಳಬೇಕು. റീജനറേഷനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടായാൽ പോരാ, വി ഷുഡ് ഹാവ് ദി എക്സ്പീരിയൻസ്, ദി ബോൺ അഗൈൻ എക്സ്പീരിയൻസ് വി ഷുഡ് ഹാവ്. ಪುನಃ ಹುಟ್ಟುವ ಬಗ್ಗೆ ತಿಳುವಳಿಕೆ ಇದ್ರೆ ಸಾಲದು, ಪುನಃ ಹುಟ್ಟುವ ಅನುಭವ ನಮಗೆ ಬರಬೇಕು. പ്രിയ മക്കളെ, നമ്മുടെ തലമുറയ്ക്ക് ദൈവ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಪ್ರೀತಿ ನಷ್ಟವಾಗುತ್ತಿದೆ. വലിയ ಅಪകടമാണ്. ಅದು ಬಹಳ ಅಪಾಯಕರ. അതിലേക്ക് നമുക്ക് അവരെ നയിക്കാനായിട്ട് കഴിയണം. ಅವುಗಳಿಗೆ ಅವರನ್ನು ನಡೆಸುವಂತವರಾಗಬೇಕು. നമുക്ക് പലപ്പോഴും ഈ ദൈവസ്നേഹം പേരൻസിനും നഷ്ടപ്പെടുന്നു, മക്കൾക്കും നഷ്ടപ്പെടുന്നു കൊണ്ട് നമ്മൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ಇವತ್ತು ದೇವರ ಪ್ರೀತಿ ಪೋಷಕರಲ್ಲಿಯೂ ನಷ್ಟವಾಗಿದೆ, ಮಕ್ಕಳಲ್ಲಿ ನಷ್ಟವಾದ ಕಾರಣ ಕೆಲವು ನೀತಿ ನಿಯಮಗಳನ್ನಿಟ್ಟು ಅವರನ್ನು ನಿಯಂತ್ರಿಸಲು ಪ್ರಯತ್ನಿಸುತ್ತೇವೆ. പണ്ട് ഞാൻ എവിടെയോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കൊച്ചിനോട് ചോദിച്ചു, നിന്റെ പേരെന്താന്ന്. ಮುಂದೆ ಎಲ್ಲೋ ಒಂದು ಹೇಳಿದ್ದು ಕೇಳಲ್ಪಟ್ಟಿದ್ದೇನೆ. ಒಂದು ಮಗುವನ್ನು ಕರೆದು ಕೇಳಿದ್ರಂತೆ, ನಿನ್ನ ಹೆಸರೇನು? അവൻ ഉടനെ പറഞ്ഞു, എൻ്റെ പേര് ഡോണ്ടു എന്നാന്ന് പറഞ്ഞു. ಅವ್ರು ಹೇಳಿದ್ರಂತೆ, ನನ್ನ ಹೆಸರು ಡೋಡು ಎಂಬುದಾಗಿ. അവനെന്തോ വേറെ പേരുണ്ട്, പക്ഷെ അവൻ പറഞ്ഞു എൻ്റെ പേര് ഡോണ്ടു എന്നാന്ന്. ಅವನ ಹೆಸರು ಡೋಂಡು ಎಂಬುದಾಗಿ ಹೇಳಿದಂತೆ. അവൻ ചോദിച്ചു ആളോട് ചോദിച്ചു, എന്താ നിന്റെ പേര് ഇങ്ങനെ? അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും കേൾക്കുന്നത് ഡോണ്ടു 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 എന്നാണ് കേൾക്കുന്നത്, എൻ്റെ പേര് ഡോണ്ടു ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ನಿನ್ನ ಹೆಸರು ಏನಪ್ಪ ಅಂತ ಕೇಳಿದ್ರೆ, ಇದು ಮಾಡಬೇಡ ಎಂಬುದಾಗಿ ಹೆಸರು ಹೇಳಿದಂತೆ. ಏನಪ್ಪ ನಿನ್ನ ಹೆಸರು ಮಾಡಬೇಡ ಎಂಬುದಾಗಿದೆಯಾ ಎಂಬುದಾಗಿ ಕೇಳಿದಾಗ ಅವನು ಹೇಳ್ತಾನಂತೆ, ನಮ್ಮ ತಂದೆ ತಾಯಿ ಯಾವಾಗ ನನ್ನ ಕರೆಯುವುದು ಮಾಡಬೇಡ ಮಾಡಬೇಡ ಮಾಡಬೇಡ. നമുക്ക് ഡിസിപ്ലിൻ വേണം, നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവസ്നേഹമായിരിക്കണം അവരെ ഇതിലേക്കെല്ലാം നയിക്കേണ്ട ഘടകങ്ങൾ. ನಮಗೆ ಶಿಸ್ತನ್ನುವಂಥದ್ದು ಇರಬೇಕು, ಆದರೆ ಅದರ ಮೇಲೆ ದೇವರ ನಿಯಮಗಳು ನಮಗಿರಬೇಕು. നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അവരോട്, ഇപ്പം ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ ഒരു കൊച്ചിൻ്റെ തലമുടി ഇങ്ങനെ സ്പൈക്ക് ആയിട്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടു. ಇಲ್ಲೊಂದು ಚಿತ್ರ ತೋರಿಸೋದು, ಒಂದು ಮಗುವಿನ ತಲೆ ಕೂದಲು ಯಾವ ರೀತಿ ಸ್ಪೈಕ್ ಆಗಿ ಎದ್ದು ನಿಂತಿದೆ. നമുക്ക് പെന്തക്കോസ്തുകാർക്ക് അതൊക്കെ കാണിച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ಆ ನೆಟ್ಟಿಗೆ ನಿಂತಿರುವ ಕೂದಲು ನೋಡುವಾಗ ನಮಗೊಂಥರ ಅಸಹ್ಯ ಅನಿಸ್ತದೆ. ഇപ്പം നമ്മുടെ പിള്ളേരിങ്ങനെ സ്പൈക്കായിട്ട് വന്നാൽ, അല്ലെ നമ്മുടെ ചർച്ചിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ ഉടനെ ചെന്നിട്ടോ അതില്ലെങ്കിൽ ഇങ്ങോട്ട് അത് മാറ്റിയിട്ട് കയറാവണമെന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവരോട് പറയാറുണ്ട്. ಈ ಮಕ್ಕಳ ಕೂದಲು ಮುಳ್ಳಿನ ರೀತಿ ಮುಂದೆ ಇಟ್ಟಿದ್ರೆ ನಾವು ಹೋಗಿ ಹೇಳ್ತೀವಿ, ಇದನ್ನೆಲ್ಲ ಸರಿಯಾಗಿ ಕತ್ತರಿಸಿದ್ ಬಾ ಎಂಬುದಾಗಿ ನಾವು ಹೇಳುವಂತ ಪದ್ಧತಿ ಇದೆ. ഫൈൻ, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കാൻ പറ്റിയാൽ നമ്മൾ അവരെ നിർബന്ധിക്കാതെ തന്നെ അവരത് മാറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ನೋಡಿ, ಆ ನಿಯಮಗಳು ಹೇಳೋದಕ್ಕಿಂತ ಅವರನ್ನು ಕ್ರಿಸ್ತನ ಪ್ರೀತಿಯಲ್ಲಿ ಒಳಪಡಿಸಿದ್ರೆ ಅವರಿಗೆ ನಾವು ನಿಯಮ ಹೇಳುವ ಮುಂಚೆ ಆ ಕೂದಲೆಲ್ಲ ಸರಿಯಾಗಿ ಕತ್ತರಿಸಿ ಬರ್ತಾರೆ. ഞാൻ വിശ്വസിക്കും ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് ഒരു ഡിസിപ്ലിനും ഇല്ലാത്തടത്താണ്, അല്ലെങ്കിൽ ഒരു ദൈവസ്നേഹവും ഇല്ലാത്തടത്തായി ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ತುಂಬ ನಿಯಮಗಳು ನಿರ್ಬಂಧಗಳು ಬರುವುದು ಎಲ್ಲಿ ಗೊತ್ತಾ? ಎಲ್ಲಿ ದೇವರ ಪ್ರೀತಿ ಇಲ್ವೋ ಅವ್ರಿಗೆ ಬೇಕಾಗಿರುವಂಥದ್ದು. ഈ ദൈവസ്നേഹം നഷ്ടപ്പെടുന്നിടത്താണ് നമ്മൾ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയേണ്ട ഒരു ഗതികേട് വരുന്നത്. ದೇವರ ಪ್ರೀತಿ ನಷ್ಟವಾದವರಿಗೆ ನಾವು ಇಂತಹ ನಿಯಮಗಳು ನಿರ್ಬಂಧಗಳು ಇಡಲೇಬೇಕಾಗ್ತದೆ. ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ച് പൈനീർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വലിയൊരു നിർബന്ധമായിരുന്നു, സഭയിൽ വരുന്നവരോടൊന്ന് ഒത്തിരി ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും പറയരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ಕೆಲವು ವರ್ಷಗಳ ಹಿಂದೆ ನಾವು ಸಭೆ ನಡುತ್ತಿರುವಾಗ, ಹೊಸ ಸಭೆ ನಾವು ರೂಪಿಸುತ್ತಿರುವಾಗ, ನಾನು ಬಹಳ ಒತ್ತಾಯದಿಂದ ನಾನು ಒಪ್ಪಿಕೊಂಡಂಥ ಒಂದು ವಿಷಯ, ಯಾರು ಬಂದರೂ ಅವರಿಗೆ ಯಾವ ನಿಯಮಗಳು ಹೇಳುವುದಿಲ್ಲ, ನಿರ್ಬಂಧಗಳು ಇಲ್ಲ. ഞാൻ ഒരു അനാവശ്യമായിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ നിന്നുകൊണ്ടോ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്നൊന്നും പറയത്തില്ല എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചൊക്കെയാണ് ഈ ചർച്ച നടത്തിക്കൊണ്ട്. ನಾನು ಈ ಸಭೆ ಪ್ರಾರಂಭಿಸಿದಾಗ ಈ ರೀತಿ ತೀರ್ಮಾನ ತಗೊಂಡೆ, ಯಾರು ಬಂದರೂ ಎಂಥ ವಯಸ್ಸಲ್ಲಿ ಬಂದರೂ ಇದಾಗಲ್ಲ ಅದಾಗಲ್ಲ ಅನ್ನುವಂಥ ನಿಯಮ ನಿಷ್ಠೆಗಳು ನಾನು ಹೇಳೋದೇ ಇಲ್ಲ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നു, ഓരോരുത്തർ ഫോണ് ചർച്ചിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കുന്നു, ഫോൺ വിളിക്കുന്നു, ഇങ്ങനെ ഭയങ്കര ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ഇരുന്ന് ചെയ്യുക. ಆದರೆ ಕೆಲವು ವರ್ಷಗಳು ಸಭೆ ನಡೆಸಿದ ನಂತರ ನಾನು ನೋಡ್ತಾ ಇರುವಂಥ ಕಾರ್ಯ, ಅನೇಕರು ಫೋನಲ್ಲಿದ್ದಾರೆ, ಫೋನ್ ಸಭೆ ನಡೀತಿರುವಾಗಲೇ ಫೋನ್ ಅಟೆಂಡ್ ಮಾಡ್ತಾರೆ, ಇಂಥವುಗಳನ್ನ ಗಮನಿಸಿದೆ. വളരെ ഇൻഡീസൻ്റ് ആയിട്ടൊക്കെ പലപ്പോഴും
സ്റ്റുഡൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺപിള്ളാരും ആൺപിള്ളാരും ഒക്കെ പെരുമാറുന്നത് കാണുകയാണ്. ನಾನು ಗಂಡು ಹೆಣ್ಣು ಮಕ್ಕಳ ನಡುವೆ ನೋಡಿದ್ರೆ ಅವರು ಯಾವ ರೀತಿಯ ನಿಯಮಗಳಿಲ್ಲದೆ ಆಚೆ ಈಚೆ ಹೋಗುವುದನ್ನು ಗಮನಿಸಿದೆ. അപ്പോൾ ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാഹചര്യം. ಆಗ ಒಂದು ಸಭಾಪಾಲಕರನ್ನುವಂತಹ ನೆಲೆಯಲ್ಲಿ ನಾನು ಅವರಿಗೆ ನಿಯಮಗಳನ್ನು ನಿರ್ಬಂಧಗಳನ್ನು ಇಟ್ಟೆ. കാര്യം ദൈവത്തെ അറിയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ಕಾರಣ ನನಗೆ ಅರ್ಥ ಆಯ್ತು, ಇವರು ದೇವರನ್ನು ಚೆನ್ನಾಗಿ ತಿಳಿಯದೇ ಇರುವ ಕಾರಣ ಇಂತಹ ನಿಯಮಗಳು ನಾನು ಇಡಬೇಕಾಗಿ ಬಂತು. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ പോകുമ്പോൾ നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണം. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ദൈവത്തെ അറിയണം, ദൈവ സ്നേഹം അറിയണമെന്ന ആഗ്രഹവും ಪ್ರಾರ್ಥನೆ ನಮಗುಂಟಾಗണം. ನೋಡಿ, ನಮ್ಮ ಮಕ್ಕಳು ದೇವರ ಪ್ರೀತಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು, ಅವರು ಶಿಸ್ತಾಗಿ ನಡಿಬೇಕು, ಎಲ್ಲ ಸರಿ. ಆದರೆ ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಅವರು ದೇವರನ್ನು ತಿಳಿದುಕೊಳ್ಬೇಕೆನ್ನುವಂಥದ್ದು ನಮ್ಮ ಮನಸ್ಸಲ್ಲಿರಬೇಕಾದ ಕಾರ್ಯ. ಎಲ್ಲ ತಲ್ಲಿ ಮಡಿച്ച് ಅವരെ നന്നാക്കാൻ പറ്റുമെന്ന് ദൈവവചന പ്രകാരം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. ಮಕ್ಕಳನ್ನು ಒಡೆದು ಬಡೆದು ಸರಿಪಡಿಸಬಹುದೆಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ಕಲಿಸ್ತಾ ಇಲ್ಲ. നമ്മളിപ്പം എഫേസ് ലേഖനം 6-ാം അധ്യായം ഇവിടെ വായിക്കുകയുണ്ടായി പ്രാർത്ഥനയുടെ സമയത്ത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഒരു കാര്യം. ಎಫೆಸದವರಿಗೆ 6ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯದಿಂದ ಪ್ರಾರ್ಥನೆ ಸಮಯದಲ್ಲಿ ಎತ್ತಿ ಹೇಳಿ ಪ್ರಾರ್ಥಿಸಿದರು. ಅಲ್ಲಿ ಒಂದು ಸಂಗತಿ ನೀವು ಗಮನಿಸಿರಬಹುದು. അവിടെ 6:1 പറയുന്ന ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. അവിടെ കൊണ്ട് അത് തീരുന്നില്ല. ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. ನೋಡಿ, ಅಲ್ಲಿ 6ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯ ನೋಡಿ, ಎಫೆಸಿ 6:1 ಮಕ್ಕಳೇ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗೆ ವಿಧೇಯರಾಗಿರಿ. ಅಲ್ಲಿಗೆ ನಿಲ್ತಾ ಇಲ್ಲ ನೋಡಿ. അടുത്ത് പറയുന്നു ഒബേ ഇൻ ദ ലോർഡ്. ಅಲ್ಲಿ ಹೇಳುವುದು ಕರ್ತನಿಗೆ ತಕ್ಕ ಹಾಗೆ. നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ അവർക്ക് പേരൻസിനെ ബഹുമാനിക്കാനായിട്ട് പറ്റൂ. ನೋಡಿ, ಅದರ ಅರ್ಥ ಈ ಮಕ್ಕಳು ಕರ್ತನೊಡನೆ ಒಂದು ಸಂಬಂಧ ಇಟ್ಟರೆ ಮಾತ್ರವೇ ತಂದೆ ತಾಯಿಗೆ ವಿಧೇಯರಾಗಲು ಸಾಧ್ಯ. ಲೀಡಿಂಗ್ them to Christ is more important than giving some rules and regulations. ಈಗ ಅರ್ಥ ಆಯ್ತಾ? ಅವರನ್ನು ಕ್ರಿಸ್ತನಲ್ಲಿ ನಡೆಸುವುದು ಬಹಳ ಮುಖ್ಯ, ಅದರ ನಂತರವೇ ನಿಯಮಗಳ ನಿಷ್ಠೆಗಳಿಗೆ ಬೆಲೆ ಬರುವುದು. അടുത്തത് 2ാമത്തെ വാക്യത്തിൽ മക്കളോട് പറയണം, ഓണർ യുവർ ഫാദർ ആൻഡ് മദർ which is the first commandment with a promise. 2ನೇ ವಾಕ್ಯ ನೀವು ಗಮನಿಸಿದ್ರೆ, ನಿಮ್ಮ ತಂದೆ ತಾಯಿಯನ್ನು ಸನ್ಮಾನಿಸಬೇಕು, ಇದು ವಾಗ್ದಾನ ಸಹಿತವಾದ ಮೊದಲನೇ ಆಜ್ಞೆ ಆಗಿದೆ. കൊലോസ്യ ലേഖനത്തിൽ ഇതേ കാര്യം പറയും. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മക്കളെ കർത്താവിൽ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിരുന്ന് കൃത്യമായിട്ട് പറയും. ಇದೇ ವಾಕ್ಯ ಕೊಲೋಸ್ಯದವರಿಗೆ ಬರೆಯುವಾಗ ಕರ್ತನಲ್ಲಿ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗೆ ವಿಧೇಯರಾಗಿ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അതുപോലെ തന്നെ ഭാര്യമാരോട് പറയുമ്പോൾ അതിൻ്റെ 5:22 പറയുന്നുണ്ട്, വൈഫ് സബ്മിറ്റ് yourselves to your own husbands as you do to the Lord. ಎಫೆಸದವರಿಗೆ 5ನೇ ಅಧ್ಯಾಯದ 22ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೆಂಗಸರಿಗೆ ಹೇಳುವಾಗಲೂ ಹೆಂಡತಿಯರಿಗೆ ಹೇಳುವುದು, ಸ್ತ್ರೀಯರೇ ನೀವು ಕರ್ತನಿಗೆ ಹೇಗೋ ಹಾಗೆ ನಿಮ್ಮ ನಿಮ್ಮ ಗಂಡಂದಿರಿಗೆ ಅಧೀನರಾಗಿರಿ. ഭർത്താക്കന്മാരോട് പറയുമ്പോൾ 25 പറയാണ്, 25ನೇ ವಾಕ್ಯ ಗಂಡಂದಿರಿಗೆ ಹೇಳುವಂತ ಕಾರ್ಯ, husband love your wives just as Christ loved the church. ಪುರುಷರೇ ನೀವು ನಿಮ್ಮ ನಿಮ್ಮ ಹೆಂಡತಿಯರನ್ನು ಪ್ರೀತಿಸಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಕ್ರಿಸ್ತನು ಸಭೆಯನ್ನು ಪ್ರೀತಿಸಿದ ಹಾಗೆ. കാര്യം ഈ ബൈബിൾ പറയുന്ന ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ക്രിസ്തുവിലായ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ನೋಡಿ, ಸತ್ಯವೇದದಲ್ಲಿ ಹೇಳಿರುವಂತಹ ತತ್ವಗಳು ಕ್ರಿಸ್ತನಲ್ಲಿ ಒಬ್ಬನಿದ್ದರೆ ಅವನಿಗೆ ಮಾತ್ರ ಇದನ್ನು ಪಾಲಿಸಲು ಸಾಧ್ಯ. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഇക്വാലിറ്റി ഒക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഈ ബൈബിളിൽ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഹ്യൂമൻലി സ്പീക്കിംഗ്. ವಿಶೇಷವಾಗಿ ಆಧುನಿಕ ಕಾಲವಾಗಿರುವಂಥ ಈ ಕಾಲ, ಎಲ್ಲರೂ ಸಮಾನರಾಗಿರಬೇಕೆನ್ನುವಂಥ ಈ ಕಾಲದಲ್ಲಿ ಗಂಡಂದಿನಿಗೆ ಅಧೀನರಾಗಿರಿ ಎಂಬುದಾಗಿ ಹೇಳುವುದು ಯೋಚಿಸಲು ಕೂಡ ಅಸಾಧ್ಯವಾದಂಥ ಕಾರ್ಯ. Only in Christ it is possible. ಆದರೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಒಬ್ಬರಿದ್ದರೆ ಮಾತ್ರವೇ ಇದಕ್ಕೆ ವಿಧೇಯರಾಗಲು ಸಾಧ್ಯ. വിശ്വസിക്ക് ഞാൻ പറയുന്ന പോയിന്റ് എന്നൊക്കെ പിടികിട്ടുന്ന വിചാരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൽ കൂടെ മാത്രം ഇതെല്ലാം സാധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ನಾನು ಹೇಳುವಂಥ ಅಂಶ ನಿಮಗೆ ಅರ್ಥ ಆಗ್ತಿದೆ ಎಂಬುದಾಗಿ ನೆನೆಸ್ತೀನಿ. ನಾನು ಹೇಳುವಂಥದ್ದು ಏನಂದ್ರೆ, ದೇವರ ವಾಕ್ಯ ನೀವು ಪಾಲಿಸಬೇಕಾ, ಕ್ರಿಸ್ತನಲ್ಲಿ ಒಳಪಟ್ಟರೆ ಮಾತ್ರವೇ ನೀವು ಇದಕ್ಕೆ ವಿಧೇಯರಾಗಲು ಸಾಧ್ಯ. അതുകൊണ്ടാണ് 6ാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ಆದ್ರಿಂದಲೇ ಧರ್ಮೋಪದೇಶಕಾಂಡ 6ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯ ಹೇಳುವುದು, ನೀವು ನಿಮ್ಮ ದೇವರನ್ನು ಪೂರ್ಣ ಹೃದಯದಿಂದಲೂ ಪೂರ್ಣ ಬಲದಿಂದಲೂ ಪೂರ್ಣ ಮನಸ್ಸಿನಿಂದಲೂ ಪ್ರೀತಿಸಬೇಕು. നമുക്ക് ദൈവവുമായുള്ള സ്നേഹമുണ്ടെങ്കിൽ, ദൈവവുമായുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം നമുക്കറിയാം. ನೋಡಿ, ನಾವು ನಮ್ಮ ದೇವರೊಡನೆ ಒಂದು ಸಂಬಂಧ ಚೆನ್ನಾಗಿ ಮಡಗಿದ್ರೆ ನಾವು ಹೇಗೆ ದೇವರನ್ನು ಪ್ರೀತಿಸಬೇಕೆಂಬುದು ನಮಗೆ ಸ್ಪಷ್ಟವಾಗಿ ಗೊತ್ತಿರುತ್ತದೆ. ഞാൻ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റുഡന്റ് വർക്കറായിട്ട്. ನಾನು ಈ ಸೇವೆಗೆ ಬರುವ ಮುಂಚೆ ಯುವಕರ ನಡುವೆ ವಿದ್ಯಾರ್ಥಿಗಳ ಸೇವೆ ಮಾಡಿದ್ದೇನೆ. ഞങ്ങളുടെ ക്യാമ്പ് ഒക്കെ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. ನಮ್ಮ ಕ್ಯಾಂಪ್ಗಳಲ್ಲಿ ಮಕ್ಕಳನ್ನು ಶಿಬಿರಕ್ಕೆ ಕೊಂಡೊಯ್ದ ನಂತರ ಈ ಮಕ್ಕಳು ನಮಗೆ ಪ್ರಶ್ನೆಗಳನ್ನು ಕೇಳ್ತಾರೆ, ಉತ್ತರಿಸಬೇಕಾಗ್ತದೆ. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണ്, സിനിമ കാണാമോ,
അല്ലെങ്കിൽ പാർട്ടിക്ക് പോകാമോ, പ്രേമിക്കാമോ, ಇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ಇವರು ചോദിക്കാറുള്ളത്. ಆ ಕಾಲದಲ್ಲಿ ಮಕ್ಕಳು ಪ್ರಶ್ನೆಗಳನ್ನು ಈ ರೀತಿ ಕಳಿಸ್ತಾ ಇದ್ರು, ಕೇಳ್ತಾ ಇದ್ರು. ಸಿನಿಮಾಗೆ ಹೋಗ್ಬೋದಾ, ಪಾರ್ಟಿಗೆ ಹೋಗ್ಬೋದಾ, ಒಬ್ಬರನ್ನು ಪ್ರೇಮಿಸಬಹುದಾ? പക്ഷേ ഈ വാക്യം വെച്ച് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ಈ ചോദ്യം പോലും ಅಪ್ರಸಕ್ತವಾಣല്ലേ. ನೋಡಿ, ಆದರೆ ಈ ವಾಕ್ಯದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನೋಡಿ, ನೀವು ದೇವರನ್ನು ಪೂರ್ಣ ಹೃದಯದಿಂದ, ಪೂರ್ಣ ಮನಸ್ಸಿನಿಂದ, ಪೂರ್ಣ ಬಲದಿಂದ ಪ್ರೀತಿಸುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದರೆ ಇಂಥ ಪ್ರಶ್ನೆಗಳಿಗೆ ಸಂದರ್ಭವೇ ಬರೋದಿಲ್ಲ. അതാ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ನಾನು ಇದನ್ನೇ ನಿಮಗೆ ಹೇಳ್ತಾ ಇರುವಂಥದ್ದು. ನಾವು ನಮ್ಮ ಮಕ್ಕಳನ್ನು ಆ ದೇವರೊಂದಿರುವಂಥ ಸಂಬಂಧಕ್ಕೆ ಕೊಂಡು ಬರುವುದು ಬಹಳ ಮುಖ್ಯವಾದಂಥ ಕಾರ್ಯ. അപ്പോൾ അവരെ നമ്മൾ ദൈവ സ്നേഹത്തിൽ വളരാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. ಆದ್ರಿಂದ ನೀವೇನು ಕಲಿಸ್ಬೇಕು ಈ ಮಕ್ಕಳಿಗೆ? ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ ಬೆಳೆಯುವಂತೆ ಕಲಿಸ್ಬೇಕು. ಮೂರನೇ ಕಾರ್ಯ ಗಮನಿಸಿ. ಟೀಚ್ them how to live in this world. ಈ ಲೋಕದಲ್ಲಿ ಹೇಗೆ ಬದುಕಬೇಕೆಂಬುದಾಗಿ ಕಲಿಸಿ. Teach them how to live in this world. ಈ ಲೋಕದಲ್ಲಿ ಹೇಗೆ ಬದುಕಬೇಕೆನ್ನುವಂಥದ್ದು ನೀವು ಕಲಿಸಬೇಕು. നമ്മൾ ഈ 6-ാം അധ്യായത്തിന്റെ 14-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇത് കാണാനായിട്ട് കഴിയും. ಈ 6ನೇ ಅಧ್ಯಾಯದ 14-16ನೇ ವಾಕ್ಯದವರೆಗೂ ಓದಿ ನೋಡಿ, ನಿಮಗೆ ಅರ್ಥ ಆಗ್ತದೆ. അവരോട് പറയാണ്, നിങ്ങൾ കനാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പല ആൾക്കാർ കാണും. ಅಲ್ಲಿ ಹೇಳುವಂಥದ್ದು, ನೀವು ಕನಾನ್ ಊರಿಗೆ ಹೋಗುವಾಗ ಅನೇಕ ರೀತಿಯ ಜನರಿರುತ್ತಾರೆ. Do not follow other gods, the gods of the people around you. ಆ ಜನರ ದೇವತೆಗಳನ್ನು ಹಿಂಬಾಲಿಸಬೇಡ. For the Lord your God who is among you is a jealous God എന്ന് പറഞ്ഞിരിക്കുകയാണ്. ನಿಮ್ಮ ದೇವರು ಯಾರಾಗಿದ್ದಾನೆ? ಆತನು ನಿಮ್ಮ ಮೇಲೆ ಉರಿಗೊಳ್ಳುವ ದೇವರಾಗಿದ್ದಾನೆ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതാണ് പഠിപ്പിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ಮುಂದಿನ ಕಾರ್ಯ, ಮಕ್ಕಳು ಈ ಲೋಕದಲ್ಲಿ ಹೇಗೆ ಜೀವಿಸಬೇಕೆಂಬುದಾಗಿ ಮೊಮ್ಮಕ್ಕಳಿಗೆ ಕಲಿಸಬೇಕು. അതാണ് റോമാലേഖനം 12:2 പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ಆದ್ರಿಂದಲೇ ರೋಮಪುರದವರಿಗೆ 12ನೇ ಅಧ್ಯಾಯದ 2ನೇ ವಾಕ್ಯ ಹೇಳ್ತದೆ, ಈ ಲೋಕದ ಅನುಸರಿಸಿ ಅದರ ನಡವಳಿಕೆ ಪ್ರಕಾರ ನೀವು ಬದುಕದೆ ದೇವರಿಗೆ ಮೆಚ್ಚುಗೆಯಾದ ಸಂಪೂರ್ಣವಾದ್ದು ದೇವರ ಚಿತ್ತಾನುಸಾರವಾದಂತಹ ಕಾರ್ಯಗಳಿಗೆ ತಕ್ಕ ಹಾಗೆ ರೂಪಾಂತರಗೊಳ್ಳಿರಿ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? ನಾನು ಹೇಳಿ ಬರುವ ವಿಷಯ, ನಾವು ಮಕ್ಕಳಿಗೆ ಏನು ಕಲಿಸ್ಕೊಡ್ಬೇಕು? ഒന്ന് പറഞ്ഞു, tell them who is our God. ಹೇಳಿ, ಮೊದಲನೇದು ನಮ್ಮ ದೇವರು ಯಾರೆಂಬುದಾಗಿ ಕಲಿಸ್ಬೇಕು. Exclusiveness of our God. ಎರಡನೇದು ಬರ್ಕೊಳ್ಳಿ, ನಮ್ಮ ದೇವರ ವೈಶಿಷ್ಟ್ಯವೇನು. അടുത്തത് നമ്മൾ അവരെ പഠിപ്പിക്കണം, teach them to grow in the love of God. ಎರಡನೇದು ಅವರು ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ ಬೆಳೆಯುವುದು ನಾವು ಕಲಿಸ್ಬೇಕು. അടുത്ത അവരോട് പറയണം how to live in this world. ಮೂರನೇದು ಅವರಿಗೆ ಕಲಿಸಬೇಕಾಗಿರುವುದು, ಈ ಮಕ್ಕಳು ಈ ಲೋಕದಲ್ಲಿ ಹೇಗೆ ಜೀವಿಸಬೇಕು. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ സ്കൂളിലേക്കാണ് പോകുന്നത്. ನಮ್ಮ ಮಕ್ಕಳು ಈ ಲೋಕದ ಶಾಲೆಗೆ ಹೋಗುವುದು. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്. ನಮ್ಮ ಮಕ್ಕಳು ಈ ಲೋಕದಲ್ಲಿ ಕೆಲಸಕ್ಕೆ ಹೋಗುತ್ತಾರೆ. പക്ഷെ അവിടെ അവരെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം? ಆದರೆ ಅಲ್ಲಿ ಅವರ ನಡುವೆ ಹೇಗೆ ವ್ಯತ್ಯಾಸವಾಗಿ ಅವರು ಬದುಕಬೇಕು. അതിന് റോമലേഖനം 12 പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർക്ക് മാത്രമേ അങ്ങനെ ജീവിക്കാൻ. ರೋಮಪುರದವರಿಗೆ 12ನೇ ಅಧ್ಯಾಯದ 2ನೇ ವಾಕ್ಯ ಹೇಳ್ತದೆ, ಮನಸ್ಸು ನೂತನಪಡಿಸಿ ರೂಪಾಂತರಗೊಂಡವರಿಗೆ ಆ ರೀತಿ ಬದುಕಲು ಸಾಧ್ಯ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ റീജനറേഷൻ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ അവരെ നയിക്കണം. ಆದ್ರಿಂದ ನಮ್ಮ ಮಕ್ಕಳನ್ನು ಪುನಃ ಹುಟ್ಟುವ ಅನುಭವಕ್ಕೆ ಕೊಂಡೊಯ್ಯಬೇಕು. നമ്മുടെ ರೂಲ್ಸ್ ಆ್ಯಂಡ್ ರೆಗ್ಯುಲೇಷನ್ ಅವരെ ಹೆಲ್ಪ್ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ಯಾಕಂದ್ರೆ ನಮ್ಮ ನಿಯಮಗಳು ಅವರನ್ನು ಎಂದಿಗೂ ರಕ್ಷಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ಟೋಟಲ್ ಚೇಂಜ್ വരുന്നത് കർത്താവിൽ കൂടെ മാത്രമേ പറ്റൂ. ಅವರಿಗೆ ಸಂಪೂರ್ಣವಾದ ಬದಲಾವಣೆ ಬರಬೇಕಾ? ಕರ್ತನ ಮೂಲಕ ಮಾತ್ರವೇ ಸಾಧ್ಯ. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നെന്ന് പറയുന്നത്. ಆದ್ರಿಂದಲೇ ವಾಕ್ಯ ಹೇಳೋದು, ಒಬ್ಬನು ಕ್ರಿಸ್ತನಲ್ಲಾದರೆ ಇದ್ರೆ ಅವನು ಹೊಸ ಸೃಷ್ಟಿ. ಅದು ಮಾನುಷಿಕമായിട്ട് സംഭവിക്കുന്നതല്ല. ಅದು ಮಾನುಷಿಕವಾಗಿ ನಡೆಯುವ ಘಟನೆ ಅಲ್ಲ. അത് രക്തത്താലല്ല, ജഡത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു. ಅದು ದೇಹದಿಂದಲ್ಲ, ರಕ್ತ ಸಂಬಂಧದಿಂದ, ಮನುಷ್ಯನ ಇಷ್ಟದ ಪ್ರಕಾರವಲ್ಲ, ದೇವರಿಂದ ಸಂಭವಿಸುವಂತ ಕಾರ್ಯ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ റീജനറേഷൻ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് നയിക്കാൻ സാധിച്ചാൽ ഇവർ ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ನೋಡಿ, ನಮ್ಮ ಮಕ್ಕಳನ್ನು ಪುನಃ ಹುಟ್ಟುವ ಅನುಭವಕ್ಕೆ ನಾವು ಕೊಂಡು ಬರಲು ಸಾಧ್ಯವಾದರೆ ಇವರು ಲೋಕಕ್ಕೆ ಹೋಗೋ ವಿಷಯದಲ್ಲಿ ನಾವು ಭಯಪಡದೇ ಬೇಕಾಗಿಲ್ಲ. അവസാനമായിട്ട് ടീച്ചിങ് them the will of God. ಕೊನೆಗೆ ಬರೆದಿಟ್ಕೊಳ್ಳಿ, ಅವರಿಗೆ ದೇವರ ಚಿತ್ತ ಕಲಿಸಿಕೊಡುವುದು. ദൈവത്തിന്റെ ഹിതം അവരെ പഠിപ്പിക്കണം. ದೇವರ ಚಿತ್ತ ಅವರಿಗೆ ಕಲಿಸಿಕೊಡುವುದು. അത് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ 17ರಿಂದ 19 ವಾಕ್ಯಗಳು. അവിടെ പറയുന്നതാണ്, be sure to keep the commandments of the Lord your God and the stipulations and decrees he has given you. Do what is right
and good in the Lord's sight. ನಿಮ್ಮ ದೇವರಾದ ಕರ್ತನು ಆಜ್ಞಾಪಿಸಿದ್ದನ್ನು ಅವರಿಗೆ ನೀವು ಸಾಕ್ಷಿಯಾಗಿ ನಿಯಮಗಳನ್ನು ಎಚ್ಚರಿಕೆಯಿಂದ ಕೈಗೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ತಿಳಿಸಿ ನಿಮಗೆ ಒಳ್ಳೆಯದಾಗುವ ಹಾಗೆ ಕರ್ತನ್ ನಿಮ್ಮನ್ನು ಪಿತೃಗಳನ್ನು ಪ್ರಮಾಣ ಮಾಡಿದ ಈ ವಚನಗಳು. ശരിയും തെറ്റും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ಅಂದ್ರೆ ಅದರ ಅರ್ಥ ಏನು? ಈ ಮಕ್ಕಳಿಗೆ ಸರಿ ಯಾವುದು ತಪ್ಪು ಯಾವುದು ಎಂಬುದಾಗಿ ನೀವು ತಿಳಿಸ್ಕೊಡ್ಬೇಕು. ഈ ശരിയും തെറ്റും നമ്മൾ എവിടെ നിന്ന് അറിയുന്നത്? ಹೇಗೆ ಗೊತ್ತಾಗ್ತದೆ ಯಾವ್ದು ಸರಿ ಯಾವ್ದು ತಪ್ಪು ಎಂಬುದಾಗಿ? ಎಲ್ಲಿಂದ ತಿಳ್ಕೊತೀರಾ? ദൈവത്തിന്റെ ഹിതം നമ്മൾ എവിടെ നിന്ന് അറിയുന്നത്? ದೇವರ ಚಿತ್ತ ಎಲ್ಲಿಂದ ನಾವು ತಿಳ್ಕೊಳ್ಳೋದು? It is from the revealed word of God. ಹೇಳಿ, ದೇವರು ಪ್ರಕಟಿಸಿದ ದೇವರ ವಾಕ್ಯದಿಂದಲೇ. ഈ പുസ്തകത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ಈ ಪುಸ್ತಕದಲ್ಲಿ ದೇವರ ಚಿತ್ತ ಏನೆಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അതാണ് റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. ಇದೇ ದೇವರ ಪ್ರಕಟವಾದಂತಹ ವಾಕ್ಯ. നമ്മൾ അതിനെക്കുറിച്ച് അധികം worried അല്ല. ನಾವು ಈ ವಾಕ್ಯದ ಬಗ್ಗೆ ಹೆಚ್ಚು ಚಿಂತೆ ಮಾಡೋದಿಲ್ಲ. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ഡിസിഷൻസിലെ വിൽ ഓഫ് ഗോഡിനെ കുറിച്ച് നമ്മൾ worried. ನಾವು ನಮ್ಮ ದಿನನಿತ್ಯ ಜೀವನದಲ್ಲಿ ದೇವರ ಚಿತ್ತ ಯಾವುದು ಅದ್ರ ಬಗ್ಗೆ ಬಹಳಷ್ಟು ಚಿಂತೆ. ആരെ കല്യാണം കഴിക്കണം? ಯಾರನ್ನ ಮದುವೆ ಮಾಡ್ಕೋಬೇಕು? ഈ ജോലിക്ക് പോകണോ? ಈ ಕೆಲ್ಸಕ್ಕೆ ಹೋಗ್ಬೇಕಾ? എന്നെ വൈകിട്ട് ഒരാൾ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, പോകാൻ പറ്റുമോ? ಸಂಜೆ ಯಾರೋ ಪಾರ್ಟಿಗೆ ಕರೆದಿದ್ದಾರೆ, ಹೋಗ್ಲಾ ಬೇಡವಾ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ಅದೆಲ್ಲ ಮುಖ್ಯ, ಸರಿ. പക്ഷേ ഈ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾ അറിഞ്ഞാൽ, വിൽ ഓഫ് ഗോഡ് നിങ്ങൾ അറിഞ്ഞാൽ ഈ ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഈസിയാണ്. ನೋಡಿ, ಈ ಪ್ರಕಟವಾದ ದೇವರ ಚಿತ್ತ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ನೀವು ತಿಳ್ಕೊಂಡ್ರೆ ದಿನನಿತ್ಯ ದೇವರ ಚಿತ್ತ ಏನೆನ್ನುವಂತ ತಿಳಿದುಕೊಳ್ಳಲು ಬಹಳ ಸುಲಭ. അതാണ് റോമർ 12:2 പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. ಅದನ್ನೇ ರೋಮಪುರದವರಿಗೆ 12ನೇ ಅಧ್ಯಾಯದ 2ನೇ ವಾಕ್ಯ. ಈ ಲೋಕದ ನಡವಳಿಕೆ ಪ್ರಕಾರ ನಡೆಯದೆ ದೇವರ ಚಿತ್ತವಾದದ್ದು ಯಾವುದು, ಪರಿಪೂರ್ಣ ಚಿತ್ತ ಏನೆಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳುವಂತೆ ನಿಮ್ಮ ಮನಸ್ಸು ರೂಪಾಂತರಪಡಿಸಿಕೊಳ್ಳಿ. കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, എപ്പഫ്രാസ് അതേ റെസ്ൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന്. ಕೊಲೊಸ್ದವರ ಪತ್ರಿಕೆಯಲ್ಲಿ ಬರುವಾಗ ಎಪಫ್ರಸನು ಹೇಳುತ್ತಾನೆ, ಯುದ್ಧ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿದ್ದೇನೆ. ಯಾಕೆ? ದೇವರ ಚಿತ್ತ ತಿಳಿದುಕೊಳ್ಳುವಂತೆ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിಕದವರಿಗೆ 4ನೇ ಅಧ್ಯಾಯ ಬಿಡಿಸಿ ನೋಡಿದ್ರೆ ನಿಮ್ಗೆ ಗೊತ್ತಾಗ್ತದೆ ದೇವರ ಚಿತ್ತ ಏನು, ನಿಮ್ಮ ಶುದ್ಧೀಕರಣ. എവിടെയൊക്കെ ശുദ്ധീകരണം ഉണ്ടാകണം? നമ്മുടെ ഡ്രീംസിൽ ശുദ്ധീകരണം ഉണ്ടാകണം, നമ്മുടെ മോട്ടീവ്സിൽ, നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ കരിയറിലൊക്കെ ಸಾಂಕ್ಟಿಫಿಕೇಶನ್ ಸಂಭವಿക്കും. ಎಲ್ಲಿ ಶುದ್ಧೀಕರಣ ಬರಬೇಕು? ನಮ್ಮ ಕನಸುಗಳಲ್ಲಿ ಇರಬೇಕು, ನಮ್ಮ ಮಾತುಗಳಲ್ಲಿ, ನಮ್ಮ ಚಿಂತೆಗಳಲ್ಲಿ, ನಮ್ಮ ಪ್ರತಿಯೊಂದು ಕಾರ್ಯದಲ್ಲಿಯೂ ಈ ಪವಿತ್ರತೆ ಇರಲೇಬೇಕು. പ്രിയമക്കളെ, ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ഹിതം അറിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ആ പാർട്ടിക്ക് പോകണമെന്ന് ആരും പറയാതെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ದೇವರ ವಾಕ್ಯದಿಂದ ದೇವರ ಚಿತ್ತ ನಾವು ಸರಿಯಾಗಿ ತಿಳ್ಕೊಂಡ್ರೆ ಇವತ್ತು ಸಂಜೆ ಯಾರೋ ಪಾರ್ಟಿ ಕರೆದ್ರೆ ಹೋಗ್ಬೇಕಾ ಬೇಡವಾ ಎನ್ನುವಂಥ ತೀರ್ಮಾನ ನೀವು ಸುಲಭವಾಗಿ ತೆಗೆದುಕೊಳ್ಬಹುದು. ദൈവത്തിന്റെ ഹിതത്താൽ നിങ്ങളുടെ മോട്ടീവ്സ് സാങ്ക്ടിഫൈഡ് ആണെങ്കിൽ ആരെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ನೋಡಿ, ದೇವರ ಚಿತ್ತ ನಿಮ್ಮಲ್ಲಿ ಪವಿತ್ರವಾಗಿದ್ರೆ ಯಾರನ್ನ ವಿವಾಹ ಮಾಡ್ಕೋಬೇಕು ಎನ್ನುವಂಥದ್ದು ನಿಮಗೆ ಸ್ಪಷ್ಟವಾಗಿ ಗೊತ್ತಾಗ್ತದೆ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ, ನಮ್ಮ ಮಕ್ಕಳಿಗೆಲ್ಲ ನಾವು ವಿವಾಹ ಆಲೋಚಿಸುವಾಗ നമ്മുടെ ഹിതങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്? ನಮ್ಮ ಇಷ್ಟ ಶುದ್ಧೀಕರಿಸಲ್ಪಟ್ಟರೆ ನಾವೇನು ನೋಡ್ತೀವಿ ಹೇಳಿ? നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കും? ನಮ್ಮ ಪ್ರಾಮುಖ್ಯತೆ ಏನಾಗಿರ್ತದೆ? എൻ്റെ മകന് അല്ല എൻ്റെ മകൾക്ക് വരുന്ന ആലോചന അവൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരാളായിരിക്കുമെന്നായിരിക്കും നമ്മുടെ പ്രയോറിറ്റി. ನಮ್ಮ ಪ್ರಾಮುಖ್ಯತೆ ಏನಿರ್ತದೆ ಗೊತ್ತಾ? ನಮ್ಮ ಮಕ್ಕಳಿಗೆ ವಿವಾಹ ಆಲೋಚನೆಗಾಗಿ ಬರುವಾಗ ಮೊದಲೇ ನಾವು ನೋಡುವುದು ಅವರು ರಕ್ಷಣೆ ಹೊಂದಿದ್ದಾರಾ, ಪುನಃ ಹುಟ್ಟಿದ್ದಾರಾ. നമ്മുടെ മോട്ടീവ് ദൈവഹിതത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പണത്തിന്റെ പുറകെ പോകും, പൊസിഷന്റെ പുറകെ പോകും, മറ്റു കാര്യങ്ങളുടെ. ನಮ್ಮ ಗುರಿ ದೇವರ ಚಿತ್ತದಲ್ಲಿ ನಡೆಸಲ್ಪಡದೇ ಇದ್ರೆ ನಾವು ಹೋಗೋದೇನು ಗೊತ್ತಾ? ಎಷ್ಟು ಓದಿದ್ದಾರೆ, ಎಂಥ ಸ್ಥಾನ ಪಡೆದಿದ್ದಾರೆ, ಅದರ ಹಿಂದೆ ತೀರ್ಮಾನಿಸುತ್ತೇವೆ. ഇവിടെ പറയാണ്, നമ്മൾ ദൈവത്തിന്റെ ഹിതം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ಇಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು ದೇವರ ಚಿತ್ತ ಮಕ್ಕಳಿಗೆ ಕಲಿಸಿಕೊಡಿ. നിങ്ങൾ ദൈവത്തിന്റെ ഹിതം അറിയണം. ಈ ಪುಸ್ತಕದಲ್ಲಿ ಬರೆದಿರುವ ದೇವರ ಚಿತ್ತ ನೀವು ತಿಳಿದುಕೊಳ್ಬೇಕು. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ದೇವರು ನಿಮ್ಮ ಬಗ್ಗೆ ಏನು ಇಷ್ಟಪಡುತ್ತಾನೆ ಈ ಪುಸ್ತಕ ಸ್ಪಷ್ಟವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ಈ ಸಂಗತಿಗಳು ನಾವು ಕಲಿತಾಗ ನಮ್ಮಲ್ಲಿ ಬರುವುದೇನು? 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. 6ನೇ ಅಧ್ಯಾಯ ಧರ್ಮೋಪದೇಶ ಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ ಬಿಡಿಸುವಾಗ ಹೇಳಲ್ಪಟ್ಟಿರುವಂತಹ ಕಾರ್ಯ. It may go well with you and your children. ನಿಮಗೂ ನಿಮ್ಮ ಮಕ್ಕಳಿಗೂ ಒಳ್ಳೆ ಭವಿಷ್ಯವಾಗುವಂತೆ. അത് നമ്മൾ എഫേസ്യർ 6-ൽ നമ്മൾ വായിച്ചു, നിങ്ങൾക്ക് നന്നായിരിക്കണേ. It may go well with you. നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട്. ಎಫೆಸಿ 6ನೇ ಅಧ್ಯಾಯದಲ್ಲೂ ಅದೇ ಬರೆದಿದೆ, ನಿಮಗೆ ಶುಭ ಬರುವಂತೆ, ನಿಮ್ಗೆ ಒಳ್ಳೆದಾಗ್ಲಿಕ್ಕೆ ಈ ಪ್ರಮಾಣಗಳಿಗೆ ವಿಧೇಯರಾಗಿರಿ. പിന്നെ പറയാൻ, you will enjoy long life. ಮತ್ತೆ ಹೇಳ್ತದೆ, ನೀವು ದೀರ್ಘಾಯುಸ್ಸನ್ನು ಅನುಭವಿಸುವಿರಿ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ഭയപ്പെടാനിടയായി. ನಮ್ಮ ಮಕ್ಕಳು ದೇವರಿಗೆ ಭಯಪಡುವಂತವರಾಗುತ್ತಾರೆ. നമ്മൾ ദൈവത്തിന്റെ വചനം നന്നായിട്ട് പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ഭയപ്പെടും. ನಾವು ದೇವರ ವಾಕ್ಯ ಚೆನ್ನಾಗಿ ಕಲಿಸಿದ್ರೆ ನಮ್ಮ ಮಕ್ಕಳು ತಾನೇ ದೇವರಿಗೆ ಭಯಪಡುತ್ತಾರೆ. അവരെ മനുഷ്യരെ ഭയപ്പെടത്തുള്ളൂ. ಇಲ್ಲದಿದ್ದರೆ ಅವರು ಮನುಷ್ಯರನ್ನು ಭಯಪಟ್ಟು ಬರುತ್ತಾರೆ. എന്നാൽ മനുഷ്യരെ ഭയപ്പെടുന്നു ദൈവത്തെ ഭയപ്പെടുന്ന വ്യത്യാസം എന്താണെന്നറിയാമോ? ಮನುಷ್ಯರನ್ನು ಭಯಪಡುವುದು ದೇವರನ್ನು ಭಯಪಡುವ ವ್ಯತ್ಯಾಸ ಗೊತ್ತಾ ನಿಮಗೆ?
മനുഷ്യരെ ഭയപ്പെട്ടാൽ മനുഷ്യന്റെ മുന്നിൽ അവർ ഒന്നും ചെയ്യത്തില്ല. മനുഷ്യൻ കാണാത്തപ്പോൾ ഇവരെന്തും ചെയ്യും. ಮನುಷ್ಯನನ್ನು ಭಯಪಡೋರು ಏನ್ ಮಾಡ್ತಾರೆ ಗೊತ್ತಾ? ಮನುಷ್ಯನ ಮುಂದೆ ಯಾವ ತಪ್ಪು ಮಾಡಲ್ಲ. ಮನುಷ್ಯ ನೋಡದೆ ಇರುವಾಗ ಸರಿಯಾಗಿ ತಪ್ಪು ಮಾಡ್ತಾರೆ. എന്നാൽ ദൈവത്തെ ഭയമുള്ളവർ, ಆದ್ರೆ ದೇವರಿಗೆ ಭಯಪಡೋರು, ആരും കാണാതിരിക്കുമ്പോഴും ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ಯಾರು ನೋಡದಿರುವಾಗಲೂ ದೇವರನ್ನು ನೋಡುತ್ತಾನೆ ಅನ್ನುವಂಥ ತಿಳುವಳಿಕೆ അതിന് ಅವರೊಳಗಿರುತ್ತೆ. പറയുന്ന പേരാണ് ഫിയർ ഓഫ് ദ ലോർഡ്. ಅದಕ್ಕೆ ಹೇಳುವಂತ ಹೆಸರೇ ದೇವರ ಭಯ. പക്ഷെ പലപ്പോഴും നമ്മുടെ സഭകളിൽ ഫിയർ ഓഫ് ദ ലോർഡ് അല്ല, ഫിയർ ഓഫ് ദ പീപ്പിൾ ആണ് റെയിൻ ചെയ്യുന്നെന്നുള്ള തിരിച്ചറിവ് നമുക്ക്. ಆದರೆ ಇವತ್ತು ನಮ್ಮ ಸಭೆಗಳಲ್ಲಿ ಆಳ್ವಿಕೆ ಮಾಡುವುದು ದೇವರ ಭಯವಲ್ಲ, ಮನುಷ್ಯನ ಬಗ್ಗಿರುವ ಭಯ. കാരണം നമ്മൾ ദൈവത്തിന്റെ വചനം അവർ ശരിക്കും പഠിപ്പിക്കും. ಯಾಕಂದ್ರೆ ನಾವು ದೇವರ ವಾಕ್ಯ ಸರಿಯಾಗಿ ಕಲಿತಾ ಇಲ್ಲ. നിങ്ങൾ ആരാധ്യം വീണ്ടും വായിക്കും, ഇനി ഒത്തിരി പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ദൈവവചനങ്ങളെ നിങ്ങളെ ಮನೆಗೆ ಹೋಗಿ 6ನೇ ಅಧ್ಯಾಯ ಓದಿ, ಬೇಕಾದಷ್ಟು ನಿಮಗೆ ಅಂಶಗಳು ದೊರಕುತ್ತದೆ. ದೇವರು ಇವುಗಳಿಂದ ಸಹ